Good evening. Good evening, ma'am. Good evening, ma'am. Good evening. Good evening. We will wait for 2 minutes because less people are here, 23 only, including me and our institute. Ma'am, Yes. പറൂര് എവിടെയാ താമസിക്കുന്നത്? ഞാൻ പറവൂര് നന്ദിയാട്ടുകുന്ന് എന്ന് പറയും. ഞാനാ ജയശ്രീയ. എന്റെ വീട് ആക്ച്വലി പറൂര് തന്നെയാണ്, പെരുവാരം സൈഡ്. ജയശ്രീ, ഞാൻ പെരുവാരത്ത് ഒരു 13 വർഷം ഉണ്ടായിരുന്നു, റെന്റിന് താമസിക്കുകയായിരുന്നു. ഞാനിപ്പോ നന്ദിയാട്ടുകുന്നത്തേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് 2 months ആയിട്ടുള്ളൂ. പെരുവാരത്ത് എവിടെയായിരുന്നു? പെരുവാരത്ത് അമ്പലത്തിന്റെ വടക്കേ നടയില്, തിയേറ്ററിന്റെ അടുത്ത്. ഈ കാരക്കാമരം ഉള്ള വീട് അറിയോ? അറിയാം, ഞാൻ അവിടെ ആ സ്കൂളിലാണ് പഠിച്ചത്, പുലമ്പലത്ത്. ആണോ? ആ വീട്ടിലാണ് ഞാൻ താമസിച്ചിരുന്നത്. അറിയാം. ഞാനപ്പൊ ചോദിക്കണമെന്ന് വെച്ചാ, ആക്ച്വലി പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് തൃപ്പൂണിത്തുറയ്ക്ക് ഷിഫ്റ്റ് ആയത്. ഓക്കെ. ഞാൻ ആക്ച്വലി തൃപ്പൂണിത്തുറയ്ക്ക് അടുത്താണ്. ഞാൻ പറവൂർക്ക് ഷിഫ്റ്റ് ആയത് ഹസ്ബൻഡിന് ട്രാൻസ്ഫർ ആയപ്പോഴാണ്. മാം അന്ന് പറഞ്ഞിരുന്നു തിരുവാങ്കുളത്താണ് വീടുന്നല്ലേ? അതെ, ഞങ്ങളിവിടെ കണ്ണംകുളങ്ങര കിണർ സ്റ്റോപ്പ് ഒക്കെ. ശരി, എന്റെ കസിനൊക്കെ അവിടെ ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട് അവിടെ. ശരി, ഓക്കെ. Hope we all will meet one day, like convocation ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാം നേരിട്ട്. അല്ലെങ്കിൽ ഒരു പക്ഷേ വഴിയിലൊക്കെ വെച്ച് നിങ്ങൾക്ക് എന്നെ കണ്ടാൽ മനസ്സിലാവുമായിരിക്കും, എനിക്ക് ആരെ അറിയില്ലെങ്കിലും. അപ്പൊ വന്ന് സംസാരിക്കും. ജയശ്രീയോട് മാത്രമല്ല, ഞാൻ എല്ലാരോടും പറഞ്ഞാണേ, എവിടെ വെച്ചാ കാണാന്ന് പറയാൻ പറ്റില്ലല്ലോ. സോ we will start. എന്തൊരു ഇന്ന് വളരെ കുറവാണല്ലോ, ഓൾമോസ്റ്റ് ഒരു ഹാഫ് ആയി പോയല്ലോ സാധാരണയുള്ള ഒരു നമ്പറിനേക്കാളും. Actually, I am just going to start the new part. Before that, we will have our prayer. Anyone is there to keep prayer? Yes. Yes, we will have prayer. Okay. God created us on earth. Mother gave us birth milk. Father raised us. Brother saved us. Sister play with us. Teacher teach knowledge to us. Friends join us. Partner fell in love with us. Everything on earth is given us by God. Every relationship is precious and a gift from God. Let's save all of them. Let's love everyone equal, healthy and happily. Love is God. God is love. Thank you, ma'am. Anyone, any two? I think we need two for doing the signing. ഇന്നലത്തെ പ്രോഗ്രാമിന് ശേഷം സംസാരിക്കാൻ എല്ലാവർക്കും ചിലപ്പോ ആ ഒരു ധൈര്യമൊക്കെ കിട്ടിയെന്നല്ലേ പറഞ്ഞേ. അപ്പൊ സൈൻ ഇൻ ചെയ്യാൻ റെഡി ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? നമ്മൾ കണ്ടിട്ടില്ലേ RJSഉം BGSഉം ഒക്കെ സൈൻ ഇൻ ചെയ്തു വരുന്നേ. ആരോ ഒക്കെ ഹാൻഡ് റൈസ് ചെയ്തു, ചെയ്യാനാണോ? നിഷ, ജിസി, ജോസ് ഹാൻഡ് റൈസ് കണ്ടോണ്ട് ചോദിച്ചാണേ. ഓക്കെ, നമ്മള് സൈൻ ഇൻ ചെയ്യില്ലേ? ലൈക്ക് RJs ഒക്കെ പറയുന്നുണ്ട്, ഐ ആം സോ ആൻഡ് സോ സൈനിങ് ഇൻ എന്നൊക്കെ പറഞ്ഞിട്ട്. രഞ്ജിനി ഹരിദാസിന്റെ ഒരു സ്റ്റൈലൊക്കെ കണ്ടിട്ടില്ലേ? എന്താ നിങ്ങൾക്ക് ചെയ്യാം? ഡാൻസിങ് സ്റ്റെപ്പ് ചെയ്യാം, എന്ത് ഡാൻസ് വേണമെങ്കിലും. പല ഡാൻസ് ഫോംസും ബ്ലെസ്ഡ് ആണല്ലോ. ട്രൈ ചെയ്യാം മാം, എത്രത്തോളം നന്നായിരിക്കും അറിയില്ല. ചെയ്യണം, സൈൻ ഇൻ ചെയ്യും. ഓക്കെ മാം.
ഉറക്കത്തിൽ നിന്ന് എണീറ്റിരിക്കുന്നത്, ആർക്കൊന്നും തോന്നരുത്. ഒരു യാത്ര ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് വന്നിട്ട് ഉറങ്ങിയതാണ് ഞാൻ. എന്നിട്ട് ഇപ്പൊ ഒന്നും എണീറ്റു. തോന്നില്ല. Hi, good evening all. Today we have our new class and I'm Shilpa. I'm signing in Smart 3 Present Montessori April batch. Welcome ma'am. Welcome to your class. You can use dancing steps like ഒപ്പന, കൈകൊട്ടിക്കളി, തിരുവാതിര, ഭരതനാട്യം, കുച്ചിപ്പിടി, വട്ടവർ ഇട്ട് മോഹിനിയാട്ടം, അങ്ങനെയുള്ള ഏത് ഡാൻസ് ഫോംസും യൂസ് ചെയ്യാം. കണ്ടംപററി, യോഗ, സൂംബ, അങ്ങനെയുള്ള ഡാൻസ് ഫോംസ് ഒക്കെ യൂസ് ചെയ്ത് തന്നെ ചെയ്യാം. പിന്നെ സൈൻ ഔട്ട് ചെയ്യുമ്പോഴും ഇതുപോലെ ചെയ്യണം. അപ്പൊ നമ്മൾ പറഞ്ഞത് എവറി ക്ലാസ് 2 people how to do sign in and 2 people how to do sign out. എല്ലാരെ കൊണ്ട് ചെയ്യിക്കാൻ സമയമില്ല. സോ നമ്മുടെ ഫസ്റ്റ് ഒരു 5 minutes നമ്മളുടെ പ്രെയർ, സൈൻ ഇൻ, സൈൻ ഔട്ട്, സൈൻ ഇൻ, പിന്നെ ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു 1 minute 2 minute സൈൻ ഔട്ട് ചെയ്യാം. പിന്നെ തോട്ട് ഓഫ് ദ ഡേയും കൂടി ഞാൻ പറഞ്ഞിരുന്നു. അത് സ്റ്റോറി ആയിട്ടോ സ്റ്റേറ്റ്മെന്റ് ആയിട്ടോ പറയായിരുന്നു. അങ്ങനെ ആരെങ്കിലും പ്രിപ്പയർഡ് ആണോ? അങ്ങനെ ആരെങ്കിലും പ്രിപ്പയർഡ് ആണോ? സർ, എനിക്ക് സംസാരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? ക്ലിയർ ആണ്, വെരി മച്ച് ക്ലിയർ. ഓക്കെ. പല്ലിന് ചെറിയൊരു പ്രശ്നം, അപ്പൊ കുറച്ച് പരിപാടി കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്. അപ്പൊ എനിക്കിങ്ങനെ ശബ്ദം തുറന്ന് പറയാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞോട്ടെ? പ്ലീസ്. ഹായ് എവറിബഡി. 6 rules to a better life. 1. Never hate. Never hate everyone. Life is only one. Just make things memorable and have fun. The second one, don't worry. The less you worry, the less complicated life becomes. Third one, life simply. A simple life gives birth to more clarity, inner peace, and meaningful relationships. Fourth one, expect a little. When you expect nothing from the world, everything is a wonder and every moment a gift. Fifth one, give a lot. Giving is the master key to success in all applications to human life. Sixth one, always smile. Smile to the future and it will smile back to you. Thank you. Very good. Thought provoking. So actually we are going to start part 3. I'm not taking unit 1, I'm taking unit 5. That previous chapters, that is unit 1 to unit 4, will be taken by Sharanya Miss and Ashwini Miss. ഞാനിപ്പോ മോസ്റ്റ് പ്രോബബ്ലി ആ 4 units ശരണ്യ മിസ് ആയിരിക്കും. 5th യൂണിറ്റ് ആണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഓക്കെ, ബിഫോർ ദാറ്റ് നിങ്ങൾ ആരെങ്കിലും കുട്ടികളെയോ പ്രായമായ ആൾക്കാരെയോ അഡൽട്സ് ഏത് ഏജിലുള്ള ആൾക്കാരെ ആണെങ്കിലും അയാള് നോർമൽ ആണ് അല്ലെങ്കിൽ അയാള് നോർമൽ അല്ല എന്ന് പറയാറുണ്ടോ? പറയാറുണ്ട്, നമ്മളെല്ലാരും പറയാറുണ്ട്. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? തമാശക്കാണെങ്കിലും അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പറഞ്ഞു പോകും. അതെ, നമ്മുടെ ഫ്രണ്ട്സിനോടാണെങ്കിലും അവർ സാധാരണക്കാളും അല്ലാത്ത രീതിയിൽ അവര് റെസ്പോണ്ട് ചെയ്യോ റിയാക്ട് ചെയ്യുന്നത് നോർമൽ അല്ല അല്ലെ, മരുന്ന് കഴിക്കാൻ മറന്നുപോയോ, അങ്ങനെയൊക്കെ നമ്മൾ തമാശക്ക് ചോദിക്കാറുണ്ട്. അല്ലാതെ നമുക്ക് ചോദിക്കാൻ പറ്റുന്നവരുടെ അടുത്ത് നമ്മൾ ചോദിക്കാറുണ്ട് അല്ലെ. വാട്ട് യു മീൻ ബൈ നോർമൽ? നിങ്ങൾ അങ്ങനെ പറയുന്നോണ്ട് ഈ നോർമൽ എന്നുള്ളത് കൊണ്ട് എന്താ ഉദ്ദേശിക്കണേ? എന്നിട്ട് നമുക്ക് മറിയ മോണ്ടിസോറി നോർമൽ ചൈൽഡ് എന്നുള്ളത് കൊണ്ട് എന്താ ഉദ്ദേശിച്ചതെന്ന് നമുക്ക് നോക്കാം. അതാണ് ഈ ടോപ്പിക്കിൽ വരുന്നത്. നമ്മൾ എന്താണ് നോർമൽ എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്തിട്ട് മറിയ മോണ്ടിസോറിയുടെ നോർമലൈസേഷൻ എന്താണ്, അതായത് നോർമൽ ചൈൽഡ്, ഡീവിയേറ്റഡ് ചൈൽഡ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ബിഫോർ ദാറ്റ് വി വിൽ അനലൈസ് വാട്ട് ഈസ് മെന്റ് ബൈ നോർമൽ.
മെന്റലി ഫിറ്റ് അല്ല എന്നുണ്ടെങ്കിലാണ് നമ്മൾ പറയുക നോർമൽ അല്ല എന്നുള്ളത്. യെസ്, കറക്റ്റ്. ഓവർ എക്സ്പ്രസീവ് ആയിട്ട് കാണിക്കുമ്പോ എന്ത് കാര്യമാണെങ്കിലും, ഇപ്പൊ ഹാപ്പിനെസ് ആണെങ്കിലും സങ്കടമൊക്കെ ആണെങ്കിലും ഓവറായിട്ട് എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഫീൽ ചെയ്യും, ഇയാള് നോർമൽ അല്ലേ എന്നുള്ളൊരു ഫീലിംഗ് ഓട്ടോമാറ്റിക്കലി വരും. ആളുടെ ബിഹേവിയറിലും സംസാരത്തിലൊക്കെ മൊത്തത്തിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഒരു ഇത് നമുക്ക് തോന്നുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ആള് നോർമൽ അല്ല എന്നുള്ളൊരു ഫീൽ വരും. എനി അതർ വ്യൂസ്? കുട്ടികളെ സംബന്ധിച്ചാണ് നോക്കുന്നതെങ്കിൽ ഇപ്പോൾ ചെറിയ കുട്ടികളെ, ഇപ്പോൾ 4 വയസ്സുള്ള കുട്ടികളെയൊക്കെ കാണുമ്പോൾ അവരെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ചിലർ തീരെ ഇരിക്കില്ല, ഓടി നടക്കും. അപ്പോൾ നമ്മുടെ നാട്ടിൽ പറയും 4 വയസ്സിൽ നട്ടപ്രാന്താന്ന് പറയുന്ന അങ്ങനെ ഒരു ഇത് പറയും കുട്ടികളെ സംബന്ധിച്ച്. അപ്പൊ അവരിങ്ങനെ ഭയങ്കരമായിട്ട് ഇതാന്ന് പറയുമ്പോൾ ചെക്കൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെയൊക്കെ പറയും നമ്മള് ആക്ടിവിറ്റി കൂടുമ്പോ. പക്ഷെ ഇപ്പൊ അതിന് നല്ല വേർഡ്സ് ആണ്. പണ്ട് യൂസ് ചെയ്തിരുന്നതാണ് ഇങ്ങനെ. ഇപ്പൊ പറയുന്നത് അത് എക്സ്ട്രാ ഓർഡിനറി ആണ്, നന്നായി ആക്റ്റീവായ കുട്ടിയാണെന്നാണ് പറയുന്നത്. അങ്ങനെ കുട്ടികളിലാവുമ്പോ അങ്ങനെ തോന്നാറുണ്ട്. വലിയവരിലാവുമ്പോ ഇപ്പം എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, ആള് നന്നായി പഠിക്കും. നന്നായി പഠിക്കുന്ന വെച്ചാൽ കുറെ ഇതുകളുണ്ട്, പക്ഷെ ബിഹേവിയർ അറിയില്ല. നമ്മുടെ അടുത്ത് ഇപ്പൊ ഇങ്ങനെ ഫ്രണ്ട്സിന്റെ കൂടെ ആണെങ്കിൽ ആള് ചിലപ്പോ ഓരോ ബന്ധമില്ലാത്ത ചിലപ്പോ ഇടയ്ക്ക് ഓരോന്നൊക്കെ പറയും, അങ്ങനെയൊക്കെ പറയും. അപ്പൊ നമ്മളെല്ലാരും പറയും അവൾക്ക് എന്തോ പ്രശ്നമുണ്ട്, ഒരു 5 കുറവാണെന്ന് പറയും, അങ്ങനെ പറയുന്നുണ്ട്. So do you, including me, നമ്മളെല്ലാരും നോർമൽ ആണോ? Definitely I can say that we all are normal. No ma'am. ആക്ച്വലി ഞാൻ നോർമൽ എന്ന് പറയാൻ കാരണം, ഇപ്പം ഒരു ഏപ്രിൽ തുടങ്ങി നിങ്ങളെ കാണുന്നതല്ലേ, നിങ്ങൾ എന്നെ കാണുന്നുണ്ടാവും. ഞാൻ എന്തായാലും പറയും നമ്മളെല്ലാരും 52 പേര് നമ്മുടെ റിജോയിനകത്തുണ്ട്, നമ്മൾ 52 പേര് നോർമൽ ആണെന്നേ നമ്മൾ പറയും, ഞാൻ പറയുള്ളൂ. മറിയ മോണ്ടിസോറിയുടെ ഒപ്പീനിയൻ അനുസരിച്ച് നോർമലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേഴ്സൺ ഹു ക്യാൻ ഗീവ് സംതിങ് ടു ദ സൊസൈറ്റി ഈസ് നോർമൽ. നമുക്കെല്ലാം സൊസൈറ്റിക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടില്ലേ? സോ വി ഓൾ ആർ നോർമൽ. എന്തെങ്കിലുമൊക്കെ എന്ന് വെച്ചാൽ സൊസൈറ്റിയുടെ ഡെവലപ്മെന്റിന് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും. നമ്മൾ താമസിക്കുന്ന കമ്മ്യൂണിറ്റിയിൽ, നമ്മൾ താമസിക്കുന്ന അവിടെ ഒരു 10-12 വീടുകൾ ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മൾ അവർക്ക് ഡിസ്റ്റർബൻസ് ആണെങ്കിൽ ദാറ്റ് മീൻസ് നമുക്ക് എന്തോ കുഴപ്പമുണ്ട്. അതേസമയം നമ്മൾ ആ കമ്മ്യൂണിറ്റിക്ക് ഒരു സമാധാനം, വി ആർ ജസ്റ്റ് പ്രൊവൈഡിങ് ദം കംഫർട്ടബിലിറ്റി, ദാറ്റ് മീൻസ് വി ആർ നോർമൽ. മറിയ മോണ്ടിസോറി അങ്ങനെയാണ് പറയുന്നത്. അല്ലാണ്ട് നോർമൽ ചൈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡിസിപ്ലിൻ, പറയുന്നതൊക്കെ അനുസരിക്കുന്നു, അതല്ല നോർമൽ ചൈൽഡ്. മറിയ മോണ്ടിസോറി പറയുന്നത് ആ കുട്ടിയുടെ പൊട്ടൻഷ്യൽ അനുസരിച്ച് ഹി ഓർ ഷീ ക്യാൻ ഡു സംതിങ് ടു ദ സൊസൈറ്റി, ദാറ്റ് മീൻസ് ഹി ഓർ ഷീ ഈസ് നോർമൽ. ഇതാണ് മറിയ മോണ്ടിസോറി പറഞ്ഞത്. സോ ദാറ്റ് മീൻസ് വി ഓൾ ആർ നോർമൽ. നമ്മള് നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ്, നിങ്ങൾ ഇതിനു മുമ്പ് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവും, പല റോൾസ് എടുത്തിട്ടുണ്ടാവും, അങ്ങനെ സൊസൈറ്റിക്ക് പലതും കൊടുത്തിട്ടുണ്ടാവും. ബട്ട് വെൻ യു തിങ്ക് that I am good for doing Montessori teacher training course, then that time itself you people are someone who is very necessary for the society. ആ സമയം തുടങ്ങി സൊസൈറ്റിക്ക് വേണ്ടുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളുകളാണ് നിങ്ങൾ. സോ ദാറ്റ് മീൻസ് വി ഓൾ ആർ നോർമൽ. അങ്ങനെയുള്ള സൊസൈറ്റിക്ക് വേണ്ടുന്ന കുറെ പേരെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ചെയ്യുന്ന സ്മാർട്ട് സ്ട്രീയുടെ ഒരു ഭാഗമാണ് ഞാൻ. So that means all the people inside Smart Street, including all the staff, all the people behind that, everybody is normal because they are providing a great thing to society. I think now you people can easily write the theme song for our class. അല്ല, ഇനി തീം സോങ് എഴുതാലോ? തീം സോങ് എന്താന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായില്ലേ? തീം സോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചും നമ്മളുടെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മളുടെ ഒപ്പമുള്ള ഫ്രണ്ട്സിനെ കുറിച്ചും നമ്മളെ പഠിപ്പിക്കുന്ന ഫെസിലിറ്റേറ്റേഴ്സിനെ കുറിച്ചും നമ്മളല്ലാതെ ടെക്നിക്കലി നമ്മൾ കാണുന്നില്ല, കുറെ പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു നിങ്ങളെ പല രീതിയിലും, അങ്ങനെ എല്ലാരെയും കൂടെ പറ്റി ആലോചിക്കുമ്പോൾ നമുക്കൊരു സോങ് വരും. അപ്പൊ നമ്മൾ പഠിച്ച സ്കൂളിനെ പറ്റി ഒരു കവിതയോ അല്ലെങ്കിൽ 2 വരി എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എഴുതും. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ
കാരണം ഓൺലൈൻ ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഇന്നലെ ശില്പയോട് പറഞ്ഞു ഇറ്റ് ഹാസ് മോർ ഓപ്പണിങ്സ് പറഞ്ഞു. നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോം തന്നെയാണ് ഓൺലൈൻ. സോ യു ക്യാൻ റൈറ്റ്, യു ക്യാൻ പ്രിപ്പയർ തീം സോങ്. 6 lines മതി മിനിമം, 4 ആയാലും പ്രോബ്ലം ഇല്ല. സോ നമ്മൾ സൈൻ ഔട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് തീം സോങ്ങും കൂടെ പാടിയിട്ട് നമുക്ക് സൈൻ ഔട്ട് ചെയ്യാം. നമ്മുടെ ക്ലാസ്സിന്റെ ആ ഒരു സ്ട്രക്ചർ തന്നെ മാറും. ഇവിടെ മറിയാം മോണ്ടിസോറി, ഞാൻ ഇതിന്റെ ഒരു എന്താ പറയുക ബ്രീഫിംഗ് പറയാം. കുട്ടികള് ഇപ്പൊ മോണ്ടിസോറി ക്ലാസ് റൂമിലേക്ക് വരുമ്പോൾ കുട്ടികളെ ഒബ്സർവ് ചെയ്യുവാണ് ശരിക്കും ഫെസിലിറ്റേറ്റർ ചെയ്യുന്നത്. അവരൊന്നും അവരായിട്ട് ഇപ്പം കൈ പിടിച്ചെഴുതിക്കുകയോ പിടിച്ചുകൊണ്ടുപോയി അവർക്ക് ഒരു കാര്യം ചെയ്യിക്കുകയോ അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അവിടെ ഫെസിലിറ്റേറ്റർ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും കുട്ടികളെ. ഒബ്സർവേഷൻ വേണമെങ്കിൽ ആ ഫെസിലിറ്റേറ്റർക്ക് കോൺസെൻട്രേഷൻ വേണം. ഞാനൊരു മോണ്ടിസോറി സ്കൂളിൽ ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ട് വർക്ക് ചെയ്യാന്ന് വിചാരിക്കുക, ജസ്റ്റ് അസ്യൂം. പക്ഷെ എനിക്ക് അന്നത്തെ ദിവസം ഭയങ്കര ഹെഡേക്കാണ്. എനിക്ക് അന്നത്തെ ദിവസം വീട്ടിൽ കുറച്ച് ഇഷ്യൂസ് ആയ പ്രശ്നമായിട്ട് ഞാൻ പോയി കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ കോൺസെൻട്രേഷനോട് കൂടി ആ കുട്ടികളെ ഞാൻ ഒബ്സർവ് ചെയ്യില്ല. സോ ബെറ്റർ ഞാൻ അന്ന് ലീവ് എടുക്കുന്നതാണ്. നമുക്ക് നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ ഒബ്സർവ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളവിടെ അന്ന് ഡ്യൂട്ടിക്ക് പോവാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ലീവ് എടുത്തേക്കുക. സാധാരണ ഒരു മോണ്ടിസോറി സ്കൂളില് 20-30 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ മെയിൻ ഒരു ഫെസിലിറ്റേറ്റർ ഉണ്ടാകും, ഒരു 3-4 അസിസ്റ്റന്റ് ഫെസിലിറ്റേറ്റേഴ്സ്. പിന്നെ അല്ലാതെയുള്ള നമ്മൾ ആന്റിമാരെന്നൊക്കെ പറയില്ലേ, അവരും ഉണ്ടാവും. ക്ലീൻ ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടാവും. അല്ലാണ്ട് ഒറ്റ ഫെസിലിറ്റേറ്റർ ആയിരിക്കില്ല 10 കുട്ടികളാണെങ്കിലും ശരി, 15 കുട്ടികളാണെങ്കിലും ശരി. കാരണം നമ്മൾ കുട്ടികളെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഒരു എന്താ പറയാ 10-15 പിള്ളേരുണ്ടെങ്കിൽ ഒരു ഫെസിലിറ്റേറ്റർക്ക് എല്ലാരെയും ശ്രദ്ധിക്കാൻ പറ്റില്ല. പിന്നെ ചില കുട്ടികളെ നമ്മൾ കാഷ്വലി ഒന്ന് നോക്കിയാൽ മതി, അവരെ കൂടുതൽ ഒബ്സർവേഷന്റെ ആവശ്യമില്ല. അവരും അങ്ങനെ ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആയിട്ട് അങ്ങനെ ഇരിക്കും. ചില കുട്ടികളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കീൻ ഒബ്സർവേഷൻ വേണ്ടി വരും. അവരെ ആ മറിയ മോണ്ടിസോർ ഉദ്ദേശിക്കുന്ന നോർമലൈസേഷനിലേക്ക് പോകാൻ ഇറ്റ് മേ ടേക്ക് 2 or 3 months. 1-2 ദിവസം കൊണ്ട് ഈ നോർമലൈസേഷൻ, മോണ്ടിസോറി പറയുന്ന നോർമലൈസേഷൻ എന്നുള്ള ലെവലിലേക്ക് അവർ എത്തില്ല. സോ അവരെ നമ്മൾ ചിലപ്പോൾ 2-3 months ഒക്കെ ഒബ്സർവ് ചെയ്യേണ്ടി വരും. മോണ്ടിസോറി സ്കൂളിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് ആ സ്കൂളിലെ മാത്രമല്ല, നമ്മൾ ഏത് സ്കൂളിൽ പോയാലും കുട്ടികളെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറെ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഈവൻ അവര് എന്താ പറയാ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ, അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുടങ്ങി അവര് എന്തെങ്കിലും ലൈസ് കള്ളം പറയുന്നുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, ആ രീതിയിൽ എന്തെങ്കിലും ആക്ടിവിറ്റി അവരുടെ ഭാഗത്തുനിന്ന് ഒക്കെ നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. അത് നമ്മുടെ വീട്ടിലെ നമ്മളുടെ മക്കളെ ആണെങ്കിലും നമുക്ക് ഒബ്സർവേഷൻ, കീൻ ഒബ്സർവേഷൻ ആവശ്യമാണ്. ശ്രദ്ധിക്കാതെ പോകരുത്. ഓക്കെ, സോ നമുക്കിനി ഒന്ന് റീഡ് ചെയ്ത് തുടങ്ങാം. ഈ കുട്ടികളെ നോർമലൈസ്ഡ് ചൈൽഡ് എന്നുള്ളത് കൊണ്ട് മോണ്ടിസോറി ഉദ്ദേശിക്കുന്നത് കുട്ടികൾ വന്ന ഒരു ആക്ടിവിറ്റി അവർ ഫോക്കസ് ചെയ്യുന്നു, കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു ടാസ്ക് അവർ ചെയ്യുവാണെങ്കിൽ അവർ ഭയങ്കരമായി അതിൽ ഫോക്കസ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു ഫോർ എ പീരീഡ് ഓഫ് ടൈം. അല്ലാതെ ഒരെണ്ണം കണ്ടോ അതവിടെ ഇറങ്ങി അടുത്തയിലേക്ക് പോയി അങ്ങനെ ഓടി ഓടി നടക്കുന്നല്ല. അവർ ആ ടാസ്ക് വളരെ ആയിട്ട് ഫോക്കസ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു കുറെ ടൈമിലേക്ക് അവർ ചെയ്യും. ദാറ്റ് മീൻസ് അതിന് റിസൾട്ട് ഒരു പക്ഷേ ഉദ്ദേശിച്ചത് ശരിക്കുമുള്ള ഒരു റിസൾട്ട്, ഒരു ബിൽഡിംഗ് ബ്ലോക്സ് അത് ബിൽഡ് ചെയ്തൊരു എന്തെങ്കിലും ഒരു ശരിയായ ഒരു ഷേപ്പ് വന്നില്ലെങ്കിൽ പോലും അതിൽ കുട്ടി കാണിക്കുന്ന ഫോക്കസ്, കോൺസെൻട്രേഷൻ, എത്ര ടൈം അവൻ അതുമായിട്ട് ഇരുന്നു, ദാറ്റ് മീൻസ് ഹി ഈസ് നോർമൽ. അതിൽ അവനൊരു ഔട്ട്കം ഉണ്ടാക്കിയോ ഇല്ല എന്നുള്ളത് സെക്കൻഡറി. ഓക്കെ, അപ്പൊ അവിടെ എന്താ ബ്രെയിൻ ആക്ടിവിറ്റി, കോൺസെൻട്രേഷനിലോട് കൂടി ഈ പ്രോസസ്സിൽ ബ്രെയിൻ ആക്ടിവിറ്റി അത് ഇംപ്രൂവ്ഡ് ആവുകയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നോർമലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുട്ടിയുടെ ഡെവലപ്മെന്റ് നോർമലായിട്ട് പ്രൊസീഡ് ചെയ്യുന്നത് കൊണ്ടാണ് ആ കുട്ടി നോർമലൈസ്ഡ് ചൈൽഡ് എന്ന് മറിയ മോണ്ടിസോറി പറയുന്നത്. അവിടെ കുട്ടി വലിയ മിടുക്കനായിട്ട് എല്ലാ കാര്യവും നല്ല വൃത്തിയായി കംപ്ലീറ്റ് ചെയ്തു എന്നല്ല മോണ്ടിസോറി ഉദ്ദേശിച്ചത്. ഒരു സർട്ടൻ പീരീഡ് ഓഫ് ടൈം അവനൊരു കാര്യം ഫോക്കസ് ചെയ്യുന്നു, അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, ആ ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ടാസ്ക് ചെയ്ത് കംപ്ലീറ്റ് ആയോ ഇല്ല എന്നുള്ളതല്ല, ആ കോൺസെൻട്രേഷൻ കൂടെ അവന്റെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുക.
സോ ദാറ്റ് മീൻസ് ഹി ഈസ് ഇംപ്രൂവിങ്. അവന്റെ ആ ഒരു ഡെവലപ്മെന്റ് നല്ല രീതിയിൽ പ്രൊസീഡ് ചെയ്യുവാണ്, നോർമലി പ്രൊസീഡ് ചെയ്യും. ഇതാണ് മോണ്ടിസോറിയുടെ നോർമലൈസേഷൻ ഉള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ക്ലിയർ ആയോ നോർമലൈസേഷൻ എന്താന്ന്? ഓക്കെ അല്ലേ? യെസ് മാം. ഒരു സബ്ജക്റ്റിന് പഠിച്ച് 100-ൽ 100 മാർക്ക് വാങ്ങുന്ന കുട്ടി മാത്രമല്ല നോർമൽ കിഡ്. ആ സബ്ജക്റ്റിന് വേണ്ടി സ്വന്തം പൊട്ടൻഷ്യൽ മാക്സിമം യൂസ് ചെയ്ത് അവന്റെ മാക്സിമം ഔട്ട്പുട്ട് ചെയ്യുന്നു. അവന് ചിലപ്പോൾ 100-ൽ 60 മാർക്കായിരിക്കും കിട്ടുന്നത്. ഈസ് ഓൾസോ നോർമൽ കിഡ്. കാരണം അവൻ അവന്റെ പൊട്ടൻഷ്യൽ യൂസ് ചെയ്ത് കഴിഞ്ഞു. മാക്സിമം അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തു, പഠിച്ചു, കോൺസെൻട്രേഷനോട് കൂടി പഠിച്ചു, അത് പരീക്ഷ പോയി നല്ലപോലെ എഴുതി. അപ്പൊ അവന്റെ പൊട്ടൻഷ്യലിനനുസരിച്ച് അവൻ 60 മാർക്കായിരിക്കും കിട്ടിയത്. ഈസ് ഓൾസോ നോർമൽ. അതാണ് മോണ്ടിസോറി പറയുന്നത്. ഓക്കെ, ഈ നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ. ഈ ഡീവിയേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ രീതിയിൽ ഫോക്കസ് ചെയ്യാതെ, കോൺസെൻട്രേറ്റ് ചെയ്യാത്ത കാറ്റഗറിയിൽ പെടുന്ന കുട്ടികളെയാണ് ഡീവിയേറ്റഡ് കിഡ് എന്ന് പറയുന്നത്, ഡീവിയേറ്റഡ് ചൈൽഡ് എന്ന് പറയുന്നത്. മോണ്ടിസോറി എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇങ്ങനെ ഡീവിയേഷനിലേക്ക് പോയ കുട്ടികളുടെ ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി. അവിടെ നമുക്കറിയാവുന്ന പല കാര്യങ്ങളുണ്ട്. അതായത് ആ കുട്ടി ചിലപ്പോൾ ഹെൽത്ത് വൈസ് വീക്ക് ആയിരിക്കും. പിന്നെ അതുപോലെ വീട്ടിൽ അവൻ താമസിക്കുന്ന എൻവയോൺമെന്റ് അവന്റെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും ഒട്ടും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കില്ല. അതുകൊണ്ടാണ് അവൻ ക്ലാസ്സിൽ എത്തുമ്പോൾ അവൻ ശരിയാകാത്തത്. അപ്പൊ എന്ത് ചെയ്യും? അവനെ നോർമലൈസേഷൻ എന്നുള്ള കാറ്റഗറിയിലേക്ക് ആക്കാൻ വേണ്ടുന്ന ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യും. പക്ഷെ ഹി മേ ടേക്ക് മോർ ഡേയ്സ് ഫോർ ബിക്കം നോർമലൈസ്ഡ് കിഡ്. അങ്ങനെ ഒരു 6 months ഒക്കെ ആവുമ്പോഴേക്കും ആ മോണ്ടിസോറി എൻവയോൺമെന്റിലെ കുട്ടികളെല്ലാം നോർമലൈസേഷൻ എന്നുള്ള കാറ്റഗറിയിലേക്ക് വരും. പിയർ ഗ്രൂപ്പുമായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ മോസ്റ്റ് പ്രോബബ്ലി മിക്ക കുട്ടികളും, ഡീവിയേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ നോർമലൈസ്ഡ് ആവാറുണ്ട് ഇങ്ങനെയുള്ള എൻവയോൺമെന്റിൽ. ഇതുപോലെ മോണ്ടിസോറി എൻവയോൺമെന്റിൽ. ഓക്കെ, സോ വായിക്കാം നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ. അതിനെന്ന് വെച്ചാൽ വായിച്ചോളൂ. ആ ഒരു ഫുൾ പാരഗ്രാഫ് വായിക്കുകയാണെങ്കിൽ നല്ലതാണ്. നോർമലൈസേഷന്റെ ഫുൾ പാരഗ്രാഫ്. മാം ഞാൻ വായിക്കട്ടെ? യെസ് പ്ലീസ്. Normalization. Dr. Montessori discovered that a new normalized child would frequently emerge as a result of being in a complete harmony with his entire environment. She developed her special method based on this disclosure. Montessori described this process of fundamental change in the child as normalization. Among the revelations the child has brought, us, there is one fundamental importance: the phenomenon of the normalization through work. It is certain that the child's aptitude for work represents a vital instinct, for without work, his personality cannot organize itself and deviate from the normal line of its construction. Man built himself through working. According to Montessori, in a growing child, there are 2 streams of the body, especially the muscular energy expanded in voluntary movement. Second is mental energy of intelligence and will. These 2 aspects of the personality, mind and body, should never become divorced. Instead, these 2 should work in unison. Otherwise, the child will be deviated. ഞാൻ ഇത്തിരി ടെൻഷനുണ്ട്, അതുകൊണ്ട് ഇത്തിരി വായിച്ചപ്പോൾ ഇത്തിരി വ്യത്യാസം വന്നിട്ടുണ്ടാവും. സോറി. നോ പ്രോബ്ലം കാർത്തിക, യു ആർ നോർമലൈസ്ഡ്. ഓക്കെ, യു യൂസ്ഡ് യുവർ പൊട്ടൻഷ്യൽ. അങ്ങനെ ഓക്കെ. സോ മോണ്ടിസോറി പറഞ്ഞത് എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്, ഈ കുട്ടിയുടെ നോർമലൈസേഷനിലെ ചേഞ്ചസ്, അതിനെപ്പറ്റി മോണ്ടിസോറി ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു തന്നു എന്താണ് മോണ്ടിസോറി ഉദ്ദേശിച്ച നോർമലൈസേഷൻ എന്ന് പറയുന്നത്. മോണ്ടിസോറി പറയുന്നത് മാൻ ബിൽഡ്സ് ഹിംസെൽഫ് ത്രൂ വർക്കിംഗ്.
നമുക്കറിയാം ജനിച്ചു വീഴുന്ന ഒരു കുട്ടി ഫസ്റ്റ് ഭയങ്കര കരച്ചിലായിരിക്കാം. ഇത് ഇവന്റെ ലൈഫിൽ ഏറ്റവും ഉറക്കെ കരയുന്ന ഒരു സമയത്തിൽ ഒന്നാണത്, അല്ലെ? കുട്ടി കരഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അന്ന് കുട്ടി കരയുമ്പോ എല്ലാവർക്കും ഭയങ്കര സന്തോഷം. അവന്റെ ആ ഡെവലപ്മെന്റ് സ്റ്റേജിലെ ഫസ്റ്റ് മൂവ്മെന്റ് ആണ് അത് വരുന്നത്. ഓക്കെ, മാൻ ബിൽഡ്സ് ഹിംസെൽഫ് ത്രൂ വർക്കിംഗ് ആക്ഷൻസ്. എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഡെവലപ്മെന്റ് ബിൽഡ് ചെയ്യുള്ളൂ. ഒരു മനുഷ്യനാവുന്നത് ത്രൂ വർക്കിംഗ്. അല്ലാണ്ട് ഒരിടത്ത് അനങ്ങാണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരാള് അയാൾക്ക് എന്തായാലും ഹെൽത്ത് ഇഷ്യൂസ് വരും. അയാൾ ശരിയായ രീതിയിലുള്ള ഡെവലപ്മെന്റ് അയാളിൽ ഉണ്ടാകില്ല. അതാണ് പറയുന്നത്. പഴയ ആൾക്കാർ പറയില്ലേ, കയ്യും കാലും ഇട്ടൊക്കെ കളിക്കട്ടെ. ആ ഒരു മാസമൊക്കെ ആവുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഫേഷ്യൽ മസിൽസും ഒക്കെ ഇങ്ങനെ അവർക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷെ പറയാൻ പറ്റുന്നില്ല. ഫേഷ്യൽ മസിൽസ് ഒക്കെ ഇങ്ങനെ അനങ്ങും, കയ്യും കാലും ഇട്ട് അനക്കും. നമ്മൾ വിചാരിക്കുന്നത് എന്താ ഈ കാണിക്കുന്നത്, പെഡൽ ബോട്ടൊക്കെ ചവിട്ടുന്ന പോലെ കാലൊക്കെ ഇട്ട് ഇങ്ങനെ ചവിട്ടുന്നതാണ്. കാരണം അവരുടെ ഡെവലപ്മെന്റ് അതാണ്, മൂവ്മെന്റ് ആണ് ശരിക്കും. അത് മോണ്ടിസോറി മനസ്സിലാക്കി. മോണ്ടിസോറി മെത്തേഡ് എന്താ പറയാ, പ്രോഗ്രാം ചെയ്യുന്നതിന് മുമ്പ്, ഇതൊരു ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പ് അതുപോലെ കുട്ടികളെ ഒബ്സർവ് ചെയ്തിരുന്നു. എല്ലാ ഏജിലുള്ള കുട്ടികളെ ഒബ്സർവ് ചെയ്തതിന് ശേഷമാണ് മോണ്ടിസോറി മെത്തേഡ് ഡിസൈൻ ചെയ്തത്. സോ മോണ്ടിസോറിക്ക് അറിയാം മൂവ്മെന്റ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇവരുടെ ഡെവലപ്മെന്റിന്. അതുകൊണ്ടാണ് ഒരു ഫിക്സഡ് ക്ലാസ് റൂമോ ഒന്നും ചെയ്യാത്തത്. ശരിക്കും ചിൽഡ്രൻസ് ഹൗസ് എന്നാണ് മോണ്ടിസോറി ക്ലാസ് റൂമിനെ പറഞ്ഞത്, അല്ലെങ്കിൽ മോണ്ടിസോറി സ്കൂളിനെ പറഞ്ഞത്. കാസാഡെ ബാംപിനിന്ന് ഇറ്റാലിയൻ വേർഡാണ്. അതാണ് എന്ന് പറഞ്ഞാൽ ചിൽഡ്രൻസ് ഹൗസ് ആണ്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് എവിടെയും വളരെ കണ്ടു കഴിഞ്ഞാൽ സ്കൂൾ പോലെ ഫീൽ ചെയ്യില്ല. അവിടെ വരാന്തകൾ നിറയെ ഉണ്ടാവും. അതായത് അകത്തുള്ള റൂമിനെ പുറത്ത് ഔട്ട്സൈഡുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറേ വരാന്തകൾ ഉണ്ടാവും ഈ മോണ്ടിസോറി സ്കൂളില്. പിന്നെ എല്ലാം ചൈൽഡ് ഫ്രണ്ട്ലി ആയിരിക്കും. അവിടെയുള്ള എക്യുപ്മെന്റ്സും കുട്ടികൾക്ക് ഇരിക്കാനുള്ള ഫർണിച്ചർ ആണെങ്കിലും കുട്ടികളുടെ ഷെൽഫ് ആണെങ്കിലും എല്ലാം ചൈൽഡ് ഫ്രണ്ട്ലിയാണ്. ഒരാളുടെ സഹായം വേണ്ട കുട്ടിക്ക് അതിൽ ഇരിക്കാൻ, കുട്ടിക്ക് അത് മൂവ് ചെയ്യിക്കാൻ. എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുള്ള ഒബ്ജക്ട്സ് ആണ് അവിടെ ഉള്ളത്. കൂടുതലും വുഡൻ മെറ്റീരിയൽസ് ആണ് ഇവർക്ക് ആക്ടിവിറ്റി ചെയ്യാനുള്ളത്. വുഡ് കൊണ്ടുള്ള മെറ്റീരിയൽസ് ആണ്. നമുക്ക് പ്രാക്ടിക്കൽ സെഷൻ വരുമ്പോൾ അതെല്ലാം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇത് മോണ്ടിസോറി അപ്പൊ എല്ലാം നേച്ചറുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഈ ക്ലാസ് റൂംസ് എല്ലാം സെറ്റ് ചെയ്തത്. ആ ഭാഗമൊക്കെ ശരണ്യ മിസ് എടുക്കും. അതിന് ഞാൻ മിസ്സിന് ഓൾറെഡി മിസ് അത് എടുത്തിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ യൂണിറ്റ് 5 സ്റ്റാർട്ട് ചെയ്തത്. സോ അവിടെ എല്ലാം നാച്ചുറൽ ആണ്, എല്ലാം വുഡ് കൊണ്ടുള്ളതും അങ്ങനെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല. കുട്ടികൾക്ക് കയ്യിൽ പിടിക്കാനുള്ളതും നമ്മൾ പഠിച്ചു. അവർക്ക് മോട്ടോ സ്കിൽസ് ഉണ്ട്, ഗ്രോസ് ആൻഡ് ഫൈൻ മോട്ടോ സ്കിൽസ്, അല്ലെ? കുറെ നേരം ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ലിഫ്റ്റ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റും. അവരുടെ ആ മോട്ടോ സ്കിൽസ്, 2 മോട്ടോ സ്കിൽസ്, ഗ്രോസും ഫൈനും. സാധനം ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഗ്രോസ് മോട്ടോ സ്കില്ലും ലിഫ്റ്റ് ചെയ്തത് കുറെ സമയം തന്നെ അവർക്ക് കയ്യിൽ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റി, അതാണ് ഫൈൻ മോട്ടോ സ്കിൽസ്. സോ ഇത് രണ്ടും ഇവർക്ക് ഡെവലപ്പ് ചെയ്യും. ആ രീതിയിൽ കുട്ടികൾക്ക് കയ്യിൽ പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വെയിറ്റ് ഉള്ള ഹാൻഡി ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഉള്ളത്. സോ അവിടെ കുട്ടിക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കാം. ചില സൈഡിൽ മ്യൂസിക് കോർണർ ഉണ്ടാവും, ചിലപ്പോൾ അവർക്ക് ഉറങ്ങാനുള്ള റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടാവും. പിന്നെ പുറത്തേക്ക് എന്ന് പറയുമ്പോൾ അവിടെ മഡൊക്കെ ഉണ്ടാവും, ചെളിയിലൊക്കെ കളിക്കാനായിട്ട് പറ്റും, വെള്ളം കൊണ്ട് കളിക്കാനായിട്ട് പറ്റും. ചെടികൾ നനയ്ക്കണോ, ചെടികൾ നനയ്ക്കാം. അതെല്ലാം കുട്ടികൾ തന്നെ അങ്ങ് ചെയ്തോളൂ. ഓക്കെ, ആ രീതിയിൽ ആ എൻവയോൺമെന്റ് വെച്ചിരിക്കുകയാണ്. അപ്പൊ ആ എൻവയോൺമെന്റില് if he is doing a certain task for a certain period of time with more concentration, that means he is normal. ഇനി അതിൽ നിന്നും ഡീവിയേറ്റ് ചെയ്യുന്നത്, അപ്പൊ ശരിക്കും അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ കുട്ടിയുടെ ബോഡിയും, കുട്ടിയിൽ നിന്നല്ല ആര്യനയുടെ ബോഡിയും മൈൻഡും യൂണിസൺ ആയിട്ട് ഒരുപോലെ, ബോഡി ആൻഡ് മൈൻഡ് ഒന്ന് എന്ന് പറയുന്ന രീതിയിൽ വർക്ക് ചെയ്യുവാണെങ്കിൽ ഹി ഈസ് നോർമൽ. അല്ലാണ്ട് മനം എങ്ങും മിഴിയെന്നൊക്കെ നമ്മൾ പറയില്ലേ, മൈൻഡ് എവിടെയോ ബോഡി ഇവിടെ, ആ ഒരു രീതിയിൽ നമുക്ക് ചില സമയത്ത് നമുക്കും പറ്റാറുള്ളതാണ്. സോ ദാറ്റ് മീൻസ് നമ്മൾ ഫോക്കസ് അല്ല, കോൺസെൻട്രേഷനിലല്ല, വി ഹാവ് സം ഇഷ്യൂസ്, നമ്മൾ എന്തോ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എന്നുള്ള രീതിയിൽ. സോ അങ്ങനെയുള്ള കുട്ടികളെ പറയുന്നതാണ് ദേ ആർ ഡീവിയേറ്റഡ്. സോ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നു, ഇപ്പൊ ഞാൻ ഒരു ദിവസം ക്ലാസ് എടുക്കുക, പക്ഷെ എന്റെ മനസ്സിൽ എന്തോ ഡിസ്റ്റർബൻസ് കാരണം ഞാൻ ശരിയായ രീതിയിൽ ക്ലാസ് എടുക്കുന്നില്ല. എന്റെ ബോഡി ഇവിടെ ഉണ്ട്, പക്ഷെ മൈൻഡ് എവിടെയോ. ദാറ്റ് മീൻസ് ദാറ്റ് ടൈം, ആ ഇൻസ്റ്റന്റില് ഐ എം ഡീവിയേറ്റഡ്.
ഓക്കെ, അപ്പൊ അത് സോർട്ട് ഔട്ട് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നോർമലൈസ്ഡ് ആയി, എനിക്ക് കുഴപ്പമില്ലാതെ ഫോക്കസോട് കൂടി ക്ലാസ് എടുക്കാനായിട്ട് പറ്റും. സോ സംടൈംസ് നമുക്കും ഈ ഒരു പ്രോബ്ലം പറ്റാറുണ്ട്, ഒരു ഡീവിയേഷൻ അല്ലെ, ഡീവിയേറ്റ് ചെയ്ത് പോകുന്നു എന്ന് പറയുന്ന പോലെ. അങ്ങനെയുള്ള കുട്ടികളാണ് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നത്. അപ്പൊ നമുക്കിനി നോക്കേണ്ടത് നോർമലൈസ്ഡ് കുട്ടികളുടെ ഫീച്ചേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നും ഡീവിയേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ ഏതൊക്കെ രീതിയിൽ, അങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും, അവരെ നമുക്ക് എങ്ങനെ തിരിച്ച് നോർമലൈസേഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി വരുന്നത്. സോ അതിന്റെ ഫസ്റ്റ് വൺ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോർമലൈസ്ഡ് ചിൽഡ്രൻ. കുറച്ചധികം പോയിന്റ്സ് ഉണ്ട്, ടു പോയിന്റ്സ് ആയിട്ട് നമുക്ക് വായിച്ചു പോവാം. വായിക്കുമ്പോൾ ഫസ്റ്റ് 2 പോയിന്റ്സ് ഒരാൾ വായിക്കുക, അത് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് 2 പോയിന്റ്സിലേക്ക് പോകും. സ്ക്രോൾ ചെയ്യാട്ടോ. ആരാ റെഡി ആയിട്ടില്ലേ? ലവ് ഓഫ് ഓർഡറും ലവ് ഓഫ് വർക്കും. ഫസ്റ്റ് 2 പോയിന്റ്സ്. Love of order. The child discloses an intense love of the environment and a corresponding ambition to conserve the order in it. The acumen is the principle of order. Love of work. Work in this sense means any activity which affects the child's whole personality as a form of self-expression and carries the child a corresponding joy in the performance of it. സോ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോർമലൈസ്ഡ് ചിൽഡ്രൻ, അതിൽ 2 പോയിന്റ്സ് തന്നെ നമ്മൾ പറഞ്ഞ ലവ് ഓഫ് ഓർഡർ, ലവ് ഓഫ് വർക്ക്. അക്യുമെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റലിജൻസ് വിത്ത് കീൻ ഇൻസൈറ്റ്, ഭയങ്കരമായ ഇൻസൈറ്റ്, ഉൾക്കാഴ്ചയോട് കൂടിയിട്ടുള്ള ഇന്റലിജൻസ്, ബുദ്ധി. അത് ആ ലവ് ഓഫ് ഓർഡർ, ആ കുട്ടി എന്താ പറയാ, അത് പഠിക്കുന്നത് അല്ലെങ്കിൽ അത് എവിടെയാണോ, ഏത് എൻവയോൺമെന്റ് ആണോ അതിനനുസരിച്ച് അവൻ കറക്റ്റ് ആയിട്ട് അത് ഫോം ചെയ്യും, ആ എൻവയോൺമെന്റുമായിട്ട് അഡാപ്റ്റഡ് ആകുന്നു, പൊരുത്തപ്പെടും, അവിടുത്തെ ആക്ടിവിറ്റീസുമായിട്ട് അവൻ നല്ല രീതിയിൽ മേർജ് ആകും, ഇഴുകിച്ചേരും. അങ്ങനെ വരുമ്പോൾ അവന്റെ ഇന്റലിജൻസ് നല്ലൊരു കീൻ സൈറ്റോട് കൂടി ഇന്റലിജൻസ് ആണ്. അങ്ങനെ നോർമലൈസ്ഡ് കുട്ടികളിൽ വരുന്നതാണ് ആ ലവ് ഓഫ് ഓർഡർ. നല്ലൊരു ഓർഡറിൽ കറക്റ്റ് രീതിയിൽ പോകുന്നു, അവൻ ഡിസ്ട്രാക്റ്റഡ് അല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, എല്ലാം കറക്റ്റ് ആയിട്ട് പോകും. അതാണ് ലവ് ഓഫ് ഓർഡർ. നെക്സ്റ്റ് ലവ് ഓഫ് വർക്ക്. ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി അത് അവന്റെ എന്താ പറയാ, ആ ഒരു ആക്ടിവിറ്റി അവന്റെ ആ ഒരു പേഴ്സണാലിറ്റിക്ക് തന്നെ ഒരു വ്യത്യാസം. അതായത് ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അവന്റെ ഡിസിപ്ലിൻ ഫോം ചെയ്യുക, അല്ലാണ്ട് ടീച്ചർ പേടിപ്പിച്ച് ഷൗട്ട് ചെയ്ത് അവരെ അച്ചടക്കം പഠിപ്പിക്കുകയല്ല അവിടെ ചെയ്യുന്നത്. ഒരു ആക്ടിവിറ്റി ചെയ്ത് അവനിൽ ഒരു പോസിറ്റീവ് ഒരു പേഴ്സണാലിറ്റി ഫോം ചെയ്യുന്നത്, മീൻസ് അവനൊരു ഡിസിപ്ലിൻ ഫോം ചെയ്യുവാണ്, അല്ലെങ്കിൽ അവനൊരു എംപതി ഫോം ചെയ്യുവാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ക്വാളിറ്റി ഫോം ചെയ്യുമ്പോൾ അവിടെ ലവ് ഓഫ് വർക്ക് വരുന്നു. ഓരോ കുട്ടികൾക്കും ഓരോ ആക്ടിവിറ്റിയുടെ ആയിരിക്കും താല്പര്യം. മോണ്ടിസോറി എൻവയോൺമെന്റിൽ പല ആക്ടിവിറ്റീസ് ഉണ്ടാവും, ലൈക്ക് കൗണ്ടിങ് നമ്പേഴ്സ് ഉണ്ടായിരിക്കാം, ആഡ് ചെയ്യുന്നത് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആൽഫബറ്റ്സിന്റെ ഫെമിലറൈസേഷൻ, അങ്ങനത്തെ പല കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പൊ ചില കുട്ടികൾക്ക് ചിലതിനോടായിരിക്കും താല്പര്യം, അല്ലെങ്കിൽ അതിനെ കളേഴ്സ് പഠിക്കുന്നത് അതായിരിക്കാം, അതിന്റെ കുറെ ടാബ്ലറ്റ്സ് ഉണ്ടാവുമായിരിക്കും. അപ്പൊ അങ്ങനെ ഓരോ കുട്ടികൾക്കും ഓരോന്നിനോടായിരിക്കും ഇൻട്രസ്റ്റ് വരിക. ആ ലവ് ഓഫ് വർക്ക്, അത് അവൻ ചെയ്യുന്ന വർക്കിൽ അവൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആവുന്നു, ഭയങ്കര ഫോക്കസ് ചെയ്യുന്നു, കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. സോ അവനിൽ ഒരു പേഴ്സണാലിറ്റി ഫോം ചെയ്യും, ഏതെങ്കിലും ഒരു ക്വാളിറ്റി അവനിൽ ഫോം ചെയ്യും. അതാണ് ലവ് ഓഫ് വർക്ക് വരുന്നത്. അത് ചെയ്യുന്നതിൽ അവൻ ഭയങ്കരമായിട്ട് സന്തോഷം കണ്ടെത്തുക, ആ ഒരു ജോയ്, ഭയങ്കരമായിട്ട് സന്തോഷം അവനിൽ ഉണ്ടാവും. നമ്മളെ നോർമലൈസേഷനിൽ വരുന്ന കാറ്റഗറിയിൽ വരുന്ന കുട്ടികളുടെ കാര്യം പറയുന്നത്. നെക്സ്റ്റ് 2 പോയിന്റ്സ്, പ്രൊഫൗണ്ട് സ്പോണ്ടേനിയസ് കോൺസെൻട്രേഷൻ, അറ്റാച്ച്മെന്റ് ടു റിയാലിറ്റി. പ്രൊഫൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു കോൺസെൻട്രേഷൻ, അല്ലാണ്ട് ഒരാൾ പറഞ്ഞ് പറഞ്ഞ് ശ്രദ്ധിപ്പിക്കുന്നതല്ല, അവരിൽ നാച്ചുറൽ ആയിട്ട് ഉണ്ടാകുന്ന ഒരു കോൺസെൻട്രേഷൻ, ശ്രദ്ധ. അപ്പൊ അത് ഒന്ന് ആ 2 പോയിന്റ്സ്, അറ്റാച്ച്മെന്റ് ടു റിയാലിറ്റി, അത് രണ്ടും ഒന്ന് വായിച്ചു. മാം ഞാൻ റീഡ് ചെയ്യാം മാം. ഓക്കെ. Profound spontaneous concentration. This concentration, which is so complete, often lonely the child from his environment. Attachment to reality. The mind constructs itself through contact with existence, not with the projection of make believe. The foundation of it all is the external world, as taken in first
through the senses and movement, and later by reason and imagination. The information so received is worked upon, integrated, and raised to the order of intelligence. Okay, so complete natural concentration, profound spontaneous concentration. ഇത് ഈ കോൺസെൻട്രേഷൻ നല്ല രീതിയിൽ നടക്കും. പലപ്പോഴും ലോൺലി, അതായത് അവൻ വേറൊന്നും ചിന്തിക്കുന്നില്ല, ഒറ്റയ്ക്ക് നിന്നൊരു ആക്ടിവിറ്റി ചെയ്യുവാണ്. ഈ ലോൺലി ചൈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹി ഹാസ് ഡിപ്രഷൻ, അതല്ല മീനിങ്. ആ ലോൺലി, അവൻ ഒറ്റയ്ക്ക് നിന്ന് അവന്റെ കുറെ ആക്ടിവിറ്റീസ് ചെയ്യുന്നു. സോ മോണ്ടിസോറി എൻവയോൺമെന്റിലെ ലോൺലിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈസ് ഡിസ്ട്രാക്റ്റഡ് എന്നോ ഡിസ്റ്റർബ്ഡ് എന്നോ ഡിപ്രഷനിലാണെന്നോ അല്ല മീനിങ്. ആ കുട്ടി ആക്റ്റീവായിട്ട് ഒരു കാര്യം കോൺസെൻട്രേഷനോട് കൂടി ചെയ്യുന്നു എന്നാണ് ശരിക്കും മോണ്ടിസോറിയിലെ ലോൺലിനെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് മീൻസ് ഹി ഈസ് നോട്ട് ഹാപ്പി എന്നല്ല, ഹി ഈസ് ഹാപ്പി വിത്ത് ഹിസ് ആക്ടിവിറ്റി. അറ്റാച്ച്മെന്റ് ടു റിയാലിറ്റി. ഈ മോണ്ടിസോറി എൻവയോൺമെന്റില് കുട്ടികൾക്ക് പഠിക്കാനും അവർക്ക് ആക്ടിവിറ്റീസ് ചെയ്യാനും പല കാര്യങ്ങളുണ്ട്. എപ്പോഴും ഇവര് റിയാലിറ്റിയുമായിട്ട് കണക്റ്റഡ് ആണ്. യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എല്ലാം നമ്മൾ പറഞ്ഞു ആർട്ടിഫിഷ്യൽ അല്ല, എല്ലാം നാച്ചുറൽ ആയിട്ടുള്ളത്. അവർക്ക് നാച്ചുറൽ തിങ്സ് എന്താന്ന് ആദ്യം അവർ മനസ്സിലാക്കും. ശരിക്കും മോണ്ടിസോറി പ്രിപ്പയർ ചെയ്തിരിക്കുന്ന മോണ്ടിസോറി സ്കൂൾ അല്ലെങ്കിൽ അതിന്റെ ക്ലാസ് റൂം, ഈ ചിൽഡ്രൻസ് ഹൗസ്, കാസാഡെ ഫാമിലി ചിൽഡ്രൻസ് ഹൗസ് എന്ന് പറയുന്നത് ഒരു മിനി വേർഷൻ ഓഫ് യൂണിവേഴ്സ് തന്നെയാണ്. അപ്പൊ ഈ മിനി വേർഷൻ ഓഫ് യൂണിവേഴ്സിൽ 3 years തുടങ്ങി 6 years വരെയും കുട്ടികള് ഇരുന്ന് കഴിഞ്ഞ് അവര് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് ഒട്ടും ഒരു എന്താ പറയാ ന്യൂ തിങ്സ് ആയിട്ട് ഒന്നും അവർക്ക് ഫീൽ ചെയ്യില്ല. കാരണം ഇവരെല്ലാം ഈ അത്രയും കാലം ആ മോണ്ടിസോറി എൻവയോൺമെന്റിൽ നിന്ന് അവർ കണ്ടത് തന്നെയാണ് അവർ പുറത്ത് കാണുന്നത്. സോ അവർക്ക് ഒട്ടും ഒരു അപരിചിതത്വം ഇല്ല. ഒരു മിനി യൂണിവേഴ്സ് ആണ് അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നിങ്ങളോട് പറഞ്ഞൊന്നറിയില്ല, ഞാൻ പോയിരുന്ന മോണ്ടിസോറി സ്കൂളില് ഏതെങ്കിലും കുട്ടിയുടെ ബർത്ത്ഡേ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ വട്ടത്തിലിരിക്കും. ഒരു പ്രത്യേക മാറ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇരുന്നിട്ട് കുട്ടിക്ക് വേണ്ടിയിട്ട് ബർത്ത്ഡേ സോങ് ഒക്കെ പാടുന്നതിനൊപ്പം തന്നെ ഗ്ലോബ് കൊണ്ടുവയ്ക്കും. ഗ്ലോബ് കൊണ്ടുവച്ചിട്ട് അതിലെ ഒരു പ്ലേസ് കുട്ടികളെ അന്ന് ഏതെങ്കിലും 2 പ്ലേസ് അവരോട് പറയും കുട്ടികളെ അന്ന് പരിചയപ്പെടുത്തും. അപ്പൊ ഇന്ത്യ എന്തായാലും പറയും, പിന്നെ വേറെ ഏതെങ്കിലും ഒരു യൂറോപ്യൻ കൺട്രീസ് ഏതെങ്കിലും ഒരു കൺട്രി പറയും. ഇവിടെ നിന്ന് അവിടം വരെയുള്ള ഡിസ്റ്റൻസ് എന്താണ്, അങ്ങനെ ഒരു ഒരു ഇൻഫർമേഷൻ അവിടെ പാസ് ചെയ്യും. അപ്പൊ അങ്ങനെ വെച്ചിട്ടാണ് കുട്ടികളുടെ ബർത്ത്ഡേ അവിടെ എല്ലാരും കൂടെ ഇരുന്ന് ചെയ്യുന്നത്. അപ്പൊ എപ്പോഴും ഇവര് റിയാലിറ്റിയുമായിട്ട് കണക്റ്റഡാ. പറഞ്ഞല്ലോ, മഡിൽ പോയി കളിക്കാം, വെള്ളത്തിൽ പോയി കളിക്കാം. സോ റിയാലിറ്റി ആയിട്ട് കണക്റ്റഡ് ആണ്. അവിടെ ഒരു ആർട്ടിഫിഷ്യൽ സാധനങ്ങളൊന്നും. സോ അങ്ങനെ ശരിക്കും ഇവരുടെ മൂവ്മെന്റും അവരുടെ സെൻസസും എല്ലാം നല്ല രീതിയിൽ തന്നെ ഡെവലപ്പ് ചെയ്യും. സോ ചില കുക്കിംഗ് ഏരിയ ഉണ്ടാവും, കുക്കീസ് ഉണ്ടാക്കുന്നുണ്ടാവും. ഇവരുടെ എല്ലാ സെൻസസും ഇവര് ടേസ്റ്റ് ചെയ്യുന്നുണ്ട്, അവർക്ക് അതിന്റെ സ്മെല്ല് കിട്ടുന്നുണ്ട്. പിന്നെ ഗാർഡൻ ഉണ്ട്, ഫ്ലവേഴ്സ് ഉണ്ട്, സോ അതിന്റെ സ്മെല്ല് കിട്ടുന്നുണ്ട്. പിന്നെ ചില സാധനങ്ങൾ അവർക്ക് ടച്ച് ചെയ്ത് ഫീൽ ചെയ്യുന്നുണ്ട്. സോ എല്ലാ സെൻസ് ഓർഗൻസും നല്ല രീതിയിൽ തന്നെ അവർക്ക് ഡെവലപ്ഡ് ആവുക. നെക്സ്റ്റ് വൺ, അടുത്ത 2 points ആരെങ്കിലും വായിച്ചു കൂട്ടോ. ലവ് ഓഫ് സൈലൻസ്, സബ്മിഷൻ ഓഫ് ദി പൊസസീവ് ഇൻസ്റ്റിങ്ക്ട്. ഇൻസ്റ്റിങ്ക്ട് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ഇൻബോൺ ആയിട്ടുള്ള നമ്മളുടെ ഒരു ബിഹേവിയർ പാറ്റേൺസ് ആണ് ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ് 2 points. ഞാൻ വായിക്കണം. Anyone, please. സുജാത മ്യൂട്ട് ചെയ്തു ജയശ്രീക്ക് വേണ്ടിയിട്ട്. സോ ആരാന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിച്ചോട്ടോ. ഓക്കെ, ഞാൻ തന്നെ വായിക്കാം. We have many points. അടുത്ത ടേൺ നമുക്ക് സുജാത, ഹസീന, പിന്നെ സുബീഷിക്കും വായിക്കണമെന്നുണ്ടെന്ന് തോന്നുന്നു. സോ നെക്സ്റ്റ് വരുന്ന നിങ്ങൾ 3 പേര്. അതിനനുസരിച്ച് നമുക്ക് Okay. Love of silence. This does not mean that the child likes to work in loneliness, but rather in that psychological isolation mentioned above, which is a result of concentration. At other times, when the aim of the work is more conscious and external, children frequently work together in automatically formed groups.
submission of the possessive instinct. The mood of normalized child to their prepared environment and to all the enhancing occupations contained in it is that of intense love, not cupidity. It is true that in the first flush of their enthusiasm, children may wish to take the material home with them, but only for use. The reason why a normalized child has this defect of always wanting to possess things is because he has sublimated his interest in them. നമ്മൾ ഓൾറെഡി പറഞ്ഞു ലോൺലിനെസ് എന്ന് പറയുന്നത് അവിടെ ഡിപ്രഷനോ ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയല്ല. ഒരു ആക്ടിവിറ്റി ചെയ്ത് ഭയങ്കര കോൺസെൻട്രേഷനിലാവുമ്പോൾ ചുറ്റുമുള്ളതൊക്കെ ഇങ്ങനെ മറന്ന് അതിലിങ്ങനെ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുക. സോ ദാറ്റ് സൈലൻസ്, ദാറ്റ് ലോൺലിനെസ് ആണ് അവിടെ. അവിടെ ഒരു റിസൾട്ട് ഓഫ് കോൺസെൻട്രേഷൻ ആയിട്ടാണ് അത് വരുന്നത്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആവുന്നു. എക്സ്റ്റേണൽ ആയിട്ടുണ്ടാകുന്ന കാര്യങ്ങളൊന്നും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ഇനി എക്സ്റ്റേണൽ തിങ്സ് ഡിസ്റ്റർബ് ചെയ്യുവാണെങ്കിൽ ദാറ്റ് മീൻസ് ദാറ്റ് ചൈൽഡ് ഇസ് ഡീവിയേറ്റഡ്. അവന്റെ കോൺസെൻട്രേഷൻ ലെവല് കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് എക്സ്റ്റേണൽ. അത് പല ലെവൽസിൽ വരാം. ചിലപ്പോൾ ഔട്ട്സൈഡ് നോയ്സ് ശ്രദ്ധിക്കുന്നത്, ചിലർ ഔട്ട്സൈഡ് നോയ്സിന് റെസ്പോണ്ട് ചെയ്യുന്നത്. ചില കുട്ടികൾ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ അവരിങ്ങനെ ക്ലാസ്സിൽ ഇരിക്കേണ്ട, നമ്മളിപ്പോ വീട്ടിൽ നമ്മുടെ മക്കളെ പഠിപ്പിക്കുമ്പോൾ അവര് പെട്ടെന്ന് പുറത്ത് എന്തെങ്കിലും ശബ്ദം, അതെന്ത് ശബ്ദം കേട്ടത്, അങ്ങനെയൊക്കെ ചോദിക്കാറില്ലേ? പക്ഷെ അവർക്ക് അപ്പൊ ഇതിലുള്ള ശ്രദ്ധ കുറവാണ് അത് കാണിക്കുന്നത്. അവർക്ക് ഇതിനോട് വലിയ ശ്രദ്ധയില്ല. ആ ഒരു അതാണ് ഈ പറയുന്നത്. എന്ന് വെച്ചിട്ട് കുട്ടി ശ്രദ്ധിക്കാതിരിക്കുമ്പോ അയ്യോ എന്റെ കുട്ടി നോർമലൈസ്ഡ് അല്ല, അങ്ങനെ വിചാരിക്കരുത്. സോ അവന്റെ ആ കോൺസെൻട്രേഷൻ ലെവലിൽ ചെറിയൊരു ഡിസ്ട്രാക്ഷൻ വന്നു, അതുകൊണ്ടാണ് അവൻ അതെന്ത് ശബ്ദമോ നമുക്ക് പോയി നോക്കാം. ചിലർ കേട്ടാലും ശ്രദ്ധിക്കാതിരിക്കും. സോ ദാറ്റ് മീൻസ് അവിടെ ഡീവിയേഷൻ വലിയ കുഴപ്പമില്ല, ഡിസ്ട്രാക്ഷൻ അത്ര കുഴപ്പമില്ല. ചിലര് ഞാൻ പോയി നോക്കിയിട്ട് വരട്ടെ, അപ്പൊ അവിടെ എന്ന് വെച്ചാൽ ഡിസ്ട്രാക്ഷൻ ലെവൽ കൂടുതലാണ്. സോ അതാണ് ഈ നോർമലൈസേഷന്റെ ഡീവിയേഷന്റെ കാര്യം നമ്മളൊന്ന് കമ്പയർ പറയുവാണെങ്കിൽ. അപ്പൊ ഇവിടെ ശരിക്കും ആ ഒരു സൈലൻസ്, ലവ് ഓഫ് സൈലൻസ്, ആ ഒരു ലോൺലിനെസ് എന്ന് പറയുന്നത് അവന്റെ കോൺസെൻട്രേഷന്റെ ശരിക്കും പീക്ക് ലെവലിനെയാണ് ഉദ്ദേശിക്കുന്നത് നോർമലൈസേഷനിൽ. സബ്മിഷൻ ഓഫ് ദി പൊസസീവ് ഇൻസ്റ്റിങ്ക്ട് നമ്മൾക്ക് എല്ലാവർക്കും തന്നെ ഉണ്ടാവും. കുഞ്ഞായിരുന്നപ്പോ പ്രത്യേകിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം കാണുമ്പോൾ നമുക്കത് സ്വന്തമായിട്ട് വേണം എന്നൊരാഗ്രഹം ഉണ്ടാവും. പക്ഷെ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ബിഹേവിയറൽ പാറ്റേൺ അനുസരിച്ച് ഒരാളെ ഉപദ്രവിച്ചിട്ട് അത് എടുക്കണമെന്നോ അങ്ങനെയില്ല. നമുക്കത് കിട്ടിയാൽ കൊള്ളാം, പക്ഷെ അതിന്റെ ലെവൽ ഇങ്ങനെ പല രീതിയിൽ മാറി വരും. അത് അങ്ങനെ എടുത്ത് കൊണ്ട് പിടിച്ചു വലിച്ച് ഓടിപ്പോകുമ്പോൾ ദാറ്റ് ഈസ് ഡീവിയേറ്റഡ്. അതേസമയം നോർമലൈസ്ഡ് കിട്ടും. അവിടെ എൻവയോൺമെന്റിൽ വരുന്നു, മോണ്ടിസോറി എൻവയോൺമെന്റിൽ വരുന്നു, അവനൊരു ആക്ടിവിറ്റി ചെയ്യുന്നു, ഭയങ്കര ഇഷ്ടമായി ആക്ടിവിറ്റിക്ക് യൂസ് ചെയ്ത മെറ്റീരിയൽസ്. ഇപ്പൊ കൗണ്ടിങ്ങിന് വേണ്ടിയിട്ട് എന്തോ ബീഡ്സ് ആണെന്ന് വിചാരിക്കുക, അവൻ ആ ബീഡ്സിന്റെ ഷേപ്പും കളറും ഒക്കെ ഇഷ്ടമായി, ഭയങ്കര ഇഷ്ടമായി. ആ ആക്ടിവിറ്റി ചെയ്തപ്പോഴും ഭയങ്കര സന്തോഷം തോന്നി. അപ്പൊ ഈവനിങ് ആയി, ക്ലാസ് കഴിയേണ്ട, മീൻസ് അവിടുത്തെ ടൈം കഴിഞ്ഞേ അവന് വീട്ടിൽ പോകണം. അപ്പൊ അവന് മനസ്സിലാഗ്രഹമുണ്ട്, he wished to take the material with him to home. പക്ഷെ അതങ്ങനെ പാടില്ല എന്ന് somehow he knows. സോ പിറ്റേ ദിവസം ഭയങ്കര ക്യൂരിയസ് ആയിട്ട് വരും, എന്തിനാ ഈ ആക്ടിവിറ്റി വീണ്ടും ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അത് നമുക്ക് അങ്ങനെ ഒരു പോസസീവ്നെസ് ഉണ്ടാകും, അതെനിക്ക് കിട്ടിയാൽ കൊള്ളാമായിരുന്നു. പക്ഷെ അതൊരു ഷോർട്ട് ടൈമിലേ ഉണ്ടാവുള്ളൂ എന്നാണ്, മേ ബി സം ഡേയ്സിലേ ഉണ്ടാവുള്ളൂ എന്നാണ് മറിയാം മോണ്ടിസോറി പറയുന്നത്. അവൻ അത് ചെയ്ത് അവനറിയാം ഇത് ഇവിടെ വെക്കേണ്ടതാണ്, എനിക്ക് മാത്രമുള്ളതല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഉള്ളതാണെന്നുള്ള ഒരു ആ ഒരു അവയർനെസ് വരുവാണ്, മനസ്സിലാകും. അങ്ങനെ വരുമ്പോൾ അത് മാറും. അപ്പൊ അവിടെ ക്യുപ്പിഡിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഗ്രീഡാണ്. അത് എനിക്ക് സ്വന്തമാക്കണം എന്നുള്ള ആ ഒരു ഫീല് കുറഞ്ഞു വരുമ്പോഴാണ് നോർമലൈസേഷൻ എന്നുള്ള കാറ്റഗറിയിൽ വരുന്നത്. അതേസമയം പിടിച്ചു പറിച്ചു വാങ്ങുന്ന ചില കുട്ടികളെ കണ്ടിട്ടില്ല. സോ ദാറ്റ് മീൻസ് ദേ ആർ ഡീവിയേറ്റഡ്. അവർക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അവർ ഡീവിയേറ്റഡ് ആയിരിക്കുകയാണ്. സംഭവം അവരെ നോർമലൈസേഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് പിന്നെ വേണ്ടുന്ന ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക ചെയ്യുന്നത്. നമ്മളിവിടെ നോർമലൈസേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആ പറഞ്ഞത്, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഡീവിയേഷനുമായിട്ട് കമ്പയർ ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് 2 points ആരൊക്കെയോ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ സുജാതയ്ക്ക് ചാൻസ് കൊടുക്കാം, ദെൻ ഹസീന, ദെൻ മാം ഞാൻ വായിക്കട്ടെ. ഓക്കെ, സുജാത ഓക്കെ ആണോ? ഹസീന വായിച്ചോട്ടെ. നോ പ്രോബ്ലം. Power to act from real choice and not from curiosity. Children are now forced in their actions by real choice and no longer by more inquisitiveness, obedience. Those normalized children are remarkably obedient,
Through work, children endure the various stages in the development of will. Thank you. Power to act from real choice and not from curiosity. നമ്മൾക്കറിയാം കുട്ടികൾ എപ്പോഴും വൈ ക്വസ്റ്റ്യൻസ് ചോദിക്കൂലേ, അതെന്താ ഇങ്ങനെ, ഇതെന്താ ഇങ്ങനെ ആവാത്തെ, അതെന്തുകൊണ്ട് അങ്ങനെ ആവാത്തെ എന്നൊക്കെ അവർക്ക് എപ്പോഴും ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്, ഇൻക്യൂസിറ്റീവ്നെസ് അല്ലെ. എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും അവർ ചോദിച്ചുകൊണ്ടിരിക്കും, ചോദിക്കണം എന്നാണ് പറയുന്നത് അല്ലെ. അപ്പം അത് മാറിയിട്ട് ഇവർ ശരിക്കും റിയാലിറ്റിയുമായിട്ട് ഇവരെപ്പോഴും കണക്റ്റഡ്, മോണ്ടിസോറി എൻവയോൺമെന്റില് റിയാലിറ്റിയുമായിട്ട് കണക്റ്റഡ് ആകുമ്പോൾ അവരുടെ ആക്ഷൻസ് കറക്റ്റായ രീതിയിൽ തന്നെ പോകും. അപ്പൊ ക്യൂരിയോസിറ്റിയെക്കാളും അവർ കൂടുതൽ റിയൽ എന്നുള്ളത് കൂടുതൽ മനസ്സിലാക്കുന്നതാണ് പറയുന്നത്. പറഞ്ഞാൽ ഒരു മിനി വേർഷൻ ഓഫ് യൂണിവേഴ്സ് ആണ് മോണ്ടിസോറി ക്ലാസ് റൂമിലുള്ളത്. സോ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകുവാണ്. അപ്പൊ യൂണിവേഴ്സിലെ പല കാര്യങ്ങളെ കുറിച്ചുള്ള ആ ക്യൂരിയോസിറ്റി മാറി അവർക്ക് അത് റിയലുമായിട്ട് അവർ കൂടുതൽ കണക്ട് ചെയ്തു. അതിനനുസരിച്ച് അവരുടെ ആക്ടിവിറ്റീസ് മാറും. നെക്സ്റ്റ് തുടക്കത്തിലേ ഞാൻ പറഞ്ഞു അവരിലുണ്ടാകുന്ന പേഴ്സണാലിറ്റി, പോസിറ്റീവ് പേഴ്സണാലിറ്റി ബിഹേവിയർ എന്നൊക്കെ പറഞ്ഞു. അതായത് ഇപ്പൊ ഡിസിപ്ലിൻ ഫോം ചെയ്യുന്നു, ഒബീഡിയൻസ് ഫോം ചെയ്യുന്നു. ഇത് നോർമലൈസ്ഡ് ചിൽഡ്രനിൽ ഉണ്ടാകുന്നതാണ്. ഒബീഡിയന്റ് അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസിലൂടെയാണ് പലപ്പോഴും അവർക്ക് ആ ഒരു ഇത് വരുന്നത്. നമ്മളിപ്പോ ഏതൊരു ഏജിലാണെങ്കിലും, മീൻസ് ഇപ്പോഴത്തെ ഏജിലാണെങ്കിലും നമ്മളുടെ ഒരു ഗ്രൂപ്പ്, നമ്മളുടെ അതേ വൈബിലുള്ള ഒരു ഗ്രൂപ്പിൽ ചെല്ലുമ്പോഴേക്കും നമ്മൾ അതിനനുസരിച്ച് പെരുമാറും. അതേസമയം അല്ല, കുറച്ചുകൂടെ സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള ആൾക്കാരുടെ ഗ്രൂപ്പിലാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ഒരു മെച്യൂരിറ്റി ഒക്കെ കാണിക്കും അല്ലെ. അപ്പൊ അങ്ങനെ അത് ഈ കുട്ടികളിൽ ഈ ഒരു എൻവയോൺമെന്റിലാവുമ്പോൾ അവരിൽ ശരിക്കും ഉണ്ടാവുന്ന പറയുന്നത് ആ ഒരു ഒബീഡിയൻസ്, ഡിസിപ്ലിൻ അതെല്ലാം അവരിൽ ഫോം ചെയ്യുന്നു ത്രൂ ദെയർ ആക്ടിവിറ്റീസ്. ആ രീതിയിലാണ് ആക്ടിവിറ്റീസ് അവിടെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് 2 പോയിന്റ്സ് അതേ ഉണ്ട്. വേറെ ആരും സുബിഷ, ശ്രുതി ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ആരൊക്കെയോ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഇവര് രണ്ടുപേരും മൈക്ക് ഓൺ ചെയ്തതുകൊണ്ടാണ് ഞാൻ ഇവരുടെ പേര് പറഞ്ഞത്. സുജാത, സുബിഷ. നെക്സ്റ്റ് 2 പോയിന്റ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വായിക്കാട്ടോ? Independence and initiative. The whole aim of Montessori's method contains, among other things, that the child gathers as much independence as is possible for him to acquire at each stage of development. The directors must always follow the limits of her intervention. In a class of normalized children, mutual aid naturally takes the place of completion. These children always helping one another, the other and the more advanced show and avoid interest in the process of the younger one. നമുക്കറിയാം 3 to 6 ആണ് ഏജ്. ഒരേ ഏജ് ഗ്രൂപ്പുകാരല്ല ഈ ക്ലാസ്സിൽ. ഇപ്പൊ LKG, UKG, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറയുമ്പോൾ ഒരേ ഏജ് ഗ്രൂപ്പാണ്. പക്ഷേ മോണ്ടിസോറി എൻവയോൺമെന്റിലെ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് മിക്സഡ് ഏജ് ഗ്രൂപ്പാണ്. അത് അതിന്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ഇൻഡിപെൻഡൻസ് ഓഫ് ഇനീഷ്യേറ്റീവ്. നമുക്കിവിടെ നമ്മുടെ ടീച്ചർ എന്നുള്ള വാക്ക് യൂസ് ചെയ്യില്ല. അപ്പൊ നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ എല്ലാ നോട്ട്സിലും ടീച്ചർ മാറ്റിയിട്ട് ഫെസിലിറ്റേറ്റർ ആക്കാം. ഡയറക്ട്രസ് അങ്ങനെയും പറയും, മെയിൻ ഹെഡ് എന്നോ അങ്ങനെ എന്തെങ്കിലും. അപ്പൊ ഡയറക്ട്രസ് എപ്പോഴും അവര് ഇന്റർവെൻഷൻ എപ്പോഴും ലിമിറ്റ് ചെയ്യും. കുട്ടികൾ എന്ത് ചെയ്താലും പോയി അതിനകത്ത് ഇടപെടില്ല. അവര് ജസ്റ്റ് ഒബ്സർവേഷനേ ഉള്ളൂ. ഈ ഇന്റർവീൻ ചെയ്യണം എന്നൊരു സിറ്റുവേഷൻ വന്നാൽ മാത്രമാണ് അവർ ഇന്റർവീൻ ചെയ്യുള്ളൂ. അല്ലാത്തപ്പോഴൊക്കെ അവർ ഒബ്സർവ് ചെയ്തുകൊണ്ടേ ഇരിക്കുള്ളൂ. സോ അവിടെ ഡിപ്പെൻഡൻസി കുറവാണ്. ഇൻഡിപെൻഡന്റ് ആണ് കുട്ടി തന്നെ ഇനീഷ്യേറ്റീവ് എടുത്താണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ അതാണ് നോർമലൈസ്ഡ് കിറ്റിൽ വരുന്നത്. പക്ഷെ ഡീവിയേറ്റഡ് ആയിട്ടുള്ള കുട്ടികളെ അവരിൽ നമുക്ക് ഇന്റർവെൻഷൻ ചെയ്യാം. അതും തുടക്കത്തിൽ മാത്രം. അവർ പിന്നീട് പതുക്കെ ഇൻഡിപെൻഡന്റ് ആവുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ ഇന്റർവെൻഷൻ നമ്മൾ ലിമിറ്റ് ചെയ്യണം. അതാണ് പറയുന്നത്. നമ്മള് കുഞ്ഞു കുട്ടികൾ ഇങ്ങനെ എന്താ പറയാ, വീട്ടിലിപ്പോ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ വരുമ്പോ നമ്മൾ ഇലയില് സദ്യ ഉണ്ടാക്കുമല്ലോ. അപ്പൊ നമ്മളിരുന്ന് ഇലയിലിരുന്ന് ഊണ് കഴിക്കുമ്പോൾ അമ്മമാര് പൊതുവെ അല്ലെങ്കിൽ ആരെങ്കിലും കൊച്ചിനെ മടിയിൽ വെച്ച് അതിന്ന് കൊടുക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ കുട്ടിയുടെ ആഗ്രഹം എന്താ, അതിന് സ്വന്തമായിട്ടൊരു ഇല വേണം, അതിൽ ഇതൊക്കെ കൊടുക്കണം എന്നല്ലേ.
ഇപ്പൊ ചിലര് പറയുന്നത് കേൾക്കാറില്ലേ, അങ്ങനെ ഇട്ട് കൊടുക്കൂ, അവൻ അല്ലെങ്കിൽ അവള് തന്നെ കഴിക്കട്ടെ എന്ന് പറയും. നമുക്കറിയാം കൊടുത്തു കഴിഞ്ഞാൽ എന്താ ആക്കി വെക്കാന്നുള്ളത്. പക്ഷെ എന്നാലും നമ്മളത് പ്രൊമോട്ട് ചെയ്യാറുണ്ട് എല്ലാരും തന്നെ. കുട്ടിക്ക് എങ്ങനെ കൊടുക്കും തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇൻഡിപെൻഡൻസ് ആൻഡ് ഇനീഷ്യേറ്റീവ്. അപ്പൊ ഡയറക്ടേഴ്സ് എപ്പോഴും ലിമിറ്റ് ചെയ്യും അവരുടെ ഇന്റർവെൻഷൻസ്. പിന്നെ മിക്സഡ് ഗ്രൂപ്പാണ് നോർമലൈസ്ഡ് ചിൽഡ്രനിൽ. അപ്പൊ ഈ മ്യൂച്വൽ റെസ്പെക്ട്, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, മ്യൂച്വൽ ഹെൽപ്പ്, ഇതെല്ലാം അവിടെ നടക്കും. വലിയ കുട്ടികൾ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യും അതിനനുസരിച്ച്. പിന്നെ these children are always helping one another. The older and more advanced show, അത് മുതിർന്ന കുട്ടികൾ show an keen interest in the progress of the younger ones. നമ്മുടെ വീട്ടിലാണെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി, 2 കുട്ടികളുണ്ട്. രണ്ടാമത്തെ കുട്ടി ഉണ്ടായി കഴിയുമ്പോഴേക്കും മൂത്ത കുട്ടി അവന്റെ കുറെ കാര്യങ്ങള് ആദ്യം കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒരു ഇതുണ്ടാവുമായിരിക്കെങ്കിലും കുറെ കഴിയുമ്പോൾ സിബ്ലിംഗ് ആണ്, എന്റെ അനിയനാണ് അല്ലെങ്കിൽ അനിയത്തിയാണ്, ഓവർ ഇറ്റ് ഈസ്, അങ്ങനെ അതിനെ ഒന്ന് കെയർ ചെയ്യുന്നത് വല്ലപ്പോഴെങ്കിലും നമുക്ക് കാണാനായിട്ട് പറ്റാറുണ്ട് അല്ലെ. കാര്യം എപ്പോഴും ചെയ്യണം എന്നല്ല പറയണേ, അതിന്റെ ഏജും ചെറുതാണ്. ആ കുട്ടികള് അവരെ കെയർ ചെയ്യുന്ന കാണാം ചില സമയങ്ങളിൽ. മിക്കപ്പോഴും കെയർ ചെയ്താണ് കാണുന്നത് യങ്ങർ വൺസിന്. ഓക്കെ, സോ അത് പ്രോഗ്രസ് ചെയ്യും. അതാണ് ഈ മിക്സഡ് ഗ്രൂപ്പിന്റെ ഒരു ഗുണം മോണ്ടിസോറി എൻവയോൺമെന്റില്. യങ്ങർ വൺസ് എപ്പോഴും താഴെയുള്ള കുട്ടികളെ അവര് സപ്പോർട്ട് ചെയ്യുന്നു, അവരെ നോക്കാനും ഒക്കെ നല്ല ഇൻട്രസ്റ്റ് കാണിക്കും. Okay, next 2 points, Sujaba, you can read. Spontaneous self-discipline, joy. Spontaneous self-discipline. This is one of the features that usually astonishes visitors most when they see a Montessori school for the first time. This discipline is so complete that the absence of the directress for quite a long period of time does not affect it. This discipline is one of the fruits of liberty. Joy. This joy which shines in the children's faces and surely in their whole attitude is something more than pleasure or the happiness of being entertained. Like the concentration referred above, it's a deep and cryptic emotion. It is in fact the joy that nature always grants as the accompaniment to the right use of faculties. It's the joy which comes with acting in obedience to the laws of our nature. നമ്മള് പഠിക്കുന്ന സമയത്താണെങ്കിലും നമുക്കറിയാം, ക്ലാസ്സിലെ ടീച്ചർ വരാൻ വൈകി കഴിഞ്ഞാൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും അല്ലെ. അടുത്ത ക്ലാസ്സിലെ ടീച്ചർ വന്ന് എത്ര പ്രാവശ്യം മിണ്ടാതിരിക്കാൻ പറയും. ഞാനൊക്കെ പഠിച്ച സമയത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ മോണ്ടിസോറി എൻവയോൺമെന്റ്, മോണ്ടിസോറി ക്ലാസ് റൂമിന്റെ ഒരു പ്രത്യേകത, മോണ്ടിസോറി സ്കൂൾ ആദ്യമായിട്ട് ഒരാൾ വിസിറ്റ് ചെയ്യുമ്പോൾ അവിടെ ആ ഡയറക്ടേഴ്സ് കുറെ സമയത്തേക്ക് അവിടെ ഇല്ലെങ്കിൽ പോലും ആ വരുന്നവര് ഭയങ്കരമായിട്ട് അസ്റ്റോണിഷസ് വിസിറ്റേഴ്സ്, അതായത് അവരങ്ങ് ഭയങ്കരമായിട്ട് അമേസിങ്, അവർക്ക് ഭയങ്കര അത്ഭുതം തോന്നാറുണ്ട് ഒരു മോണ്ടിസോറി സ്കൂള് ഫസ്റ്റ് ടൈം കാണുമ്പോൾ. നോക്കുമ്പോൾ കുട്ടികളൊക്കെ ബഹളമില്ല, ഒരു സ്കൂളിൻ്റെതായ ഭയങ്കര അലമ്പോ ബഹളോ ഒന്നും അവിടെ കാണുന്നില്ല, കുട്ടികളുടെ ബഹളങ്ങളൊന്നും കാണുന്നില്ല. സോ അത്രയ്ക്ക് അവർക്ക്, ഈവൻ ആ ഡയറക്ടേഴ്സ് ആ റൂമിൽ ഇല്ലെങ്കിൽ പോലും കുട്ടികൾ ഭയങ്കര അവരുടെ കാര്യങ്ങളിൽ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അവരുടെ ആ ഒബീഡിയൻ ഡിസിപ്ലിൻ അവരൊക്കെ കംപ്ലീറ്റ് ചെയ്യും. ആബ്സെൻസ് ഓഫ് ഡയറക്ടേഴ്സ്, ക്ലാസ്സിൽ ടീച്ചർ ഇല്ലെങ്കിൽ നമ്മളുടെയൊക്കെ ക്ലാസ്സിന്റെ അവസ്ഥയല്ല അവിടെ എന്നുള്ളത്. ഇത് ഇവരുടെ അവർക്ക് ആ ഒരു ഇൻഡിപെൻഡൻസ്, ലിബർട്ടി, ആ ഒരു ഫ്രീഡം കിട്ടുന്നതിന്റെ ഒരു വൺ ഓഫ് ദ ഫ്രൂട്ട് ആണ് ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഓക്കെ, ജോയ്. ഇവരുടെ ഒരു ഭയങ്കരമായിട്ടൊരു ഹാപ്പിനെസ് ആണ് കുട്ടികൾക്ക് ഉണ്ടാവുന്നത്. കാരണം അവർ ഉദ്ദേശിക്കുന്ന പോലെ അവർക്ക് ഫ്രീ ആയിട്ട് പല ആക്ടിവിറ്റീസും അവർക്ക് ചെയ്യാനായിട്ട് പറ്റും. അവരെ അതിൽ വളരെയധികം എന്റർടൈൻ ആവുന്നു. അവര് കോൺസെൻട്രേഷനും അതുപോലെ തന്നെ അവരുടെ അത് ഭയങ്കര ഡീപ്പായിരിക്കും. പിന്നെ അവരുടെ ഇമോഷൻസ് വളരെ ക്രിപ്റ്റിക്, മിസ്റ്റീരിയസ്, ആ ഒരു രീതിയിൽ തന്നെ പോവും. ശരിക്കും ഈ കൊടുക്കുന്ന റൈറ്റ് ഫെസിലിറ്റീസ് കൊടുക്കുന്നത് കൊണ്ടുള്ള അച്ചീവ്മെന്റ് ആണ് ഈ ഒരു പ്ലഷർ, ജോയ് എന്നൊക്കെ പറയുന്നത്, ഈ സന്തോഷം. അതേസമയം അവരെ കൺട്രോൾ ചെയ്തിരിക്കുവാണെങ്കിൽ അവരിൽ ഈ ഒരു ഹാപ്പിനെസ് ഉണ്ടാവില്ല, ഈ ഒരു ലെവലിൽ ഉണ്ടാവില്ല. അവരെ അങ്ങോട്ട് കൺട്രോൾ ചെയ്ത് ഒരു സ്ഥലത്ത് തന്നെ ഇരുത്തി അവർക്ക് ഫ്രീഡം കൊടുക്കാതിരിക്കുവാണെങ്കിൽ ദാറ്റ് വോണ്ട് റിസൾട്ട് എനി
ഹാപ്പിനെസ് ലൈക്ക് ദിസ്. ഇതുപോലെ റൈറ്റ് യൂസ് ഓഫ് ഫെസിലിറ്റീസ്, ആ കൊടുത്തിരിക്കുന്ന ഫെസിലിറ്റി കറക്റ്റ് ആയിട്ട് അവർ യൂസ് ചെയ്തുകൊണ്ടാണ് അവർക്ക് ആ ഒരു ഹാപ്പിനെസ് വരുന്നത്. ആ ഹാപ്പിനെസ്, ആ ഒരു സന്തോഷം കിട്ടിയത് എങ്ങനെ? ത്രൂ ഒബീഡിയൻസ്. അവരുടെ ഡിസിപ്ലിൻ എല്ലാം ഫോം ചെയ്യുന്നു, അതിലൂടെ തന്നെയാണ് ആ ഒരു ഹാപ്പിനെസ് വന്നത്. അവർ ഇൻഡിപെൻഡന്റ് ആവുന്നു, ഇനീഷ്യേറ്റ് ആവുന്നു, ഒബീഡിയന്റ് ആവുന്നു. അതേസമയം ക്ലാസ്സിലെ ടീച്ചർ വരാത്തപ്പോ നമ്മൾ കിടന്ന് ബഹളം വയ്ക്കുന്നു, ഒച്ച വയ്ക്കുന്നു. അവിടെ നോ ഡിസിപ്ലിൻ, നോ ഒബീഡിയൻസ്, പിന്നെ അതുപോലെ തന്നെ അവിടെ ഇൻഡിപെൻഡൻസും കുറവാണ്. നമ്മൾ ഡിപ്പെൻഡ് ചെയ്യും പല കാര്യങ്ങളിലും ആൾക്കാരെ. ഓക്കെ, സോ ഇതെല്ലാം ഈ ഒരു ഹാപ്പിനെസ് വരുന്നതിന്റെ പുറകെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കുറെ കാര്യങ്ങളിലൂടെ അവർ കടന്നു പോയിട്ട് തന്നെയാണ്, ഈ ഒരു ഡിസിപ്ലിനിലൂടെ എല്ലാം അവർ കടന്നു പോയിട്ട് തന്നെയാണ്. നമ്മൾ ഇത്രയും നേരം നോർമലൈസേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞത്. നെക്സ്റ്റ് കം ഡീവിയേഷൻ. സോ എനിക്ക് തോന്നുന്നു നോർമലൈസേഷൻ അങ്ങ് നിർത്താം, ഡീവിയേഷൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഡീവിയേഷൻ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്താന്ന് അല്ലെ, എങ്ങനെയുള്ള കിട്ടും. അപ്പൊ ഈ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് ഡീവിയേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ വന്നു കഴിഞ്ഞാൽ ഈ ഡീവിയേറ്റഡ് ചിൽഡ്രനെ എങ്ങനെ നോർമലൈസേഷനിലേക്ക് കൊണ്ടുവരാം, അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്ററുടെ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത്. നോർമലൈസ്ഡ് കുട്ടികളെ ജസ്റ്റ് ഒബ്സർവ് ചെയ്താൽ മതി. ചില കുട്ടികളെ നമുക്കറിയാം ഒബ്സർവേഷൻസ് ഓക്കെ, മിയർ ഒബ്സർവേഷൻ മതി. ചില കുട്ടികളിൽ കീൻ ഒബ്സർവേഷൻ വേണ്ടി വരും. ചിലപ്പോൾ മോർ ദാൻ 1 വീക്ക് ഒക്കെ ഒബ്സർവ് ചെയ്യും. എന്തുകൊണ്ട് അവൻ ആ ഒരു ആക്ടിവിറ്റി കുറേ സമയത്തേക്ക് ചെയ്യും, അല്ലെങ്കിൽ എത്ര സമയം ആ ആക്ടിവിറ്റി ചെയ്തു, ആ രീതിയിലൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതായിട്ട് വരും. പിന്നെ ആ ആക്ടിവിറ്റി ചെയ്യുന്നതിനിടയ്ക്ക് അവൻ വേറെ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ, പോവുകയാണെങ്കിൽ തന്നെ എന്താണ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് നമ്മൾ ഒബ്സർവേഷനിലൂടെ കാണുന്നത്. പക്ഷെ ഡീവിയേറ്റഡ് കുട്ടികൾ വരുമ്പോൾ അവിടെ നമ്മളുടെ റോൾ ഇച്ചിരി കൂടെ കൂടും. അവിടെ ഒബ്സർവേഷൻ മാത്രം പോരാ, നമ്മൾ അവരെ നോർമലൈസേഷനിലാക്കാൻ വേണ്ടിയിട്ട് 10 കുട്ടികൾ ഉള്ള ഒരു മോണ്ടിസോറി ക്ലാസ് റൂമിൽ 3 പേര് ഡീവിയേറ്റഡ് ചിൽഡ്രൻ ആണെന്ന് വിചാരിക്കുക. ബാക്കി 7 പേര് നോർമലൈസേഷൻ എന്നുള്ള ലെവലിലെത്തി, 3 പേര് ഡീവിയേറ്റ്. ഈ 3 പേർക്കും ഒരേ ആക്ടിവിറ്റി കൊടുത്താൽ അവർ നോർമലൈസ്ഡ് ആകുമോ? No. ഇല്ല. അപ്പൊ ഈ 3 പേരെ നമ്മൾ കറക്റ്റ് ഒബ്സർവ് ചെയ്യുക മാത്രമല്ല, അവരുടെ എൻവിയോൺമെന്റ് മനസ്സിലാക്കണം, അവർ ജീവിക്കുന്ന സാഹചര്യം, അവരുടെ പാരന്റ്സ് എങ്ങനെയാണ്, അവരുടെ സ്റ്റാറ്റസ് ഞാൻ ഫിനാൻഷ്യൽ അല്ല ഉദ്ദേശിച്ചത്, അപ്പൊ ഏതൊരു എൻവിയോൺമെന്റ് ആണ് അതെല്ലാം ഡിപ്പെൻഡ് ചെയ്യും കുട്ടി ഡീവിയേറ്റഡ് ആവുന്നതിന് കാരണം. ചിലപ്പോൾ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഡീവിയേറ്റഡ് ആവാൻ കാരണമാകാം, കാരണം ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കിട്ടുന്നുണ്ടാവില്ല. ഹൈജീൻ ഇഷ്യൂസ് കാരണം കുട്ടി വീക്ക് ആയിരിക്കാം, എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കും അവന്റെ കോൺസെൻട്രേഷൻ, നല്ല ഹെൽത്തി അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ലെവൽ കുറയും. നല്ല കോൺസെൻട്രേഷൻ ലെവൽ ഉണ്ടെങ്കിലാണ് ഇവരെ നോർമലൈസേഷൻ എന്നുള്ളതിലേക്ക് കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് ടാസ്ക് ചെയ്യാൻ പറ്റും. സോ അപ്പൊ അതെല്ലാം നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുക മാത്രമല്ല, കുട്ടിയുടെ പാരന്റ്സുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യണം, അവന്റെ ലിവിങ് എൻവയോൺമെന്റ് മനസ്സിലാക്കണം. എന്നിട്ട് നമ്മൾ കുട്ടിക്ക് എന്ത് ആക്ടിവിറ്റി കൊടുക്കാൻ പറ്റും എന്നുള്ളത് പിന്നെ നോക്കും. അതാണ് ഡീവിയേറ്റഡ് കുട്ടികളെ നോർമലൈസ്ഡ് കിട്ടുന്നത്. മേ ബി ഇറ്റ് മേ ടേക്ക് 2 or 3 months. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നമുക്ക് പറ്റില്ല. സോ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്ററുടെ ജോബ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, ഹൗ ഇറ്റ് ബിക്കം മോർ ബെനിഫിഷ്യൽ ടു ദ സൊസൈറ്റി. കാരണം ഈ കുട്ടികളാണ് നാളത്തെ ഫ്യൂച്ചർ. സോ ഇവരെ നമ്മൾ കറക്റ്റ് ആക്കി നോർമലൈസേഷനിലേക്ക് കൊണ്ടുവന്ന വി ആർ providing so much things to the society, and we are building the future of the kids also. So ഇപ്പൊ ഏകദേശം മനസ്സിലായല്ലോ മോണ്ടിസോറി ഫെസിലിറ്റേറ്ററുടെ ഡ്യൂട്ടീസ് എന്തൊക്കെ വരുന്നത്. ഓക്കെ, നമുക്ക് ഇന്നത്തേക്ക് വൈൻഡ് അപ്പ് ചെയ്യാറായിട്ടുണ്ട്. സോ ട്യൂസ്ഡേ കാണാം ഐ തിങ്ക്. ഓക്കെ, then happy weekend. മാം അന്ന് ഒരു ക്വസ്റ്റ്യനെയർ ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഈ ക്വസ്റ്റ്യനെയർ നമ്മുടെ ശില്പ റെഡിയാക്കിയിട്ടുണ്ട്, അത് ഞാനൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ശില്പയ്ക്ക് മനസ്സിലായി ഞാനൊരു പഠിച്ചാണെന്നും എനിക്ക് സമയമില്ലാതെ മനസ്സിലായെന്ന് തോന്നുന്നു. ശില്പ അത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ അതിൽ കുറച്ച് കറക്ഷൻസ് ഒന്ന് ചെയ്യാനുണ്ട്. അപ്പൊ അത് ഞാൻ ചെയ്തിട്ട് ഞാൻ ശില്പ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യും. ആണെങ്കിൽ ക്ലാസ് റൂമിൽ ഇടായിരുന്നു, അപ്പൊ പിന്നെ എല്ലാവർക്കും കാണാൻ പറ്റുമല്ലോ. ചിലര് ഗ്രൂപ്പിൽ ഇല്ല എന്നൊക്കെ പറയണ്ടായിരുന്നു. സോ ഐ തിങ്ക് ബെറ്റർ ശില്പ ഗ്രൂപ്പിൽ ഇടും. ഒരു കോപ്പി എനിക്ക് ശില്പ തരുവാണെങ്കിൽ ഞാനത് ക്ലാസ് റൂമിൽ ഇടും. And you people can add more questions. Okay. ഇനി ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇത് അത്ര റെലവെന്റ് അല്ല എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് അത് കളയാം. അതൊന്നും പ്രശ്നമില്ല.
മാം പിന്നെ മറ്റേ സ്കൂൾ ഓർഗനൈസേഷന്റെ ഇത് പറഞ്ഞിരുന്നില്ലേ, അത് നമുക്കിപ്പോ ചെയ്തു തുടങ്ങാൻ പറ്റുമോ? പിന്നെന്താ ചെയ്യാലോ. ഞാൻ ഓക്കെ മാം. പിന്നെ ആക്ച്വലി നിങ്ങൾ തന്ന ഗിഫ്റ്റ് പേര് കൊണ്ട് ഞാൻ ഫസ്റ്റ് ചെയ്തത് നമ്മുടെ ഫസ്റ്റ് ബാച്ചിന്റെ ടേം എക്സാമിന് ക്വസ്റ്റ്യൻസ് എഴുതുമായിരുന്നു. സോ നിങ്ങൾ ഇപ്പൊ ഒരു മോഡ്യൂൾ കഴിയുമ്പോൾ നമുക്ക് എക്സാം ഉണ്ട്. സോ ക്വസ്റ്റ്യൻസ് എഴുതുക. ശില്പ മെസ്സേജ് ബോക്സ് ഒന്ന് ശ്രദ്ധിച്ചു, ഒരു നമ്പർ ഒന്ന് ഗ്രൂപ്പിൽ ചേർക്കുമോ എന്നൊരു മെസ്സേജ് ഉണ്ടേ. ശില്പിയോ ആരാന്ന് വെച്ചാ മാം എക്സാം ഈ പാർട്ട് 3 കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണോ? മീൻസ് ഫസ്റ്റ് മോഡ്യൂൾ കഴിഞ്ഞതിന് ശേഷമല്ലേ എക്സാം? നിങ്ങൾക്ക് പാർട്ട് 4 കൂടി ഉണ്ട്. പാർട്ട് 4 അത്ര ഇമ്പോർട്ടൻസ് ഒന്നും ഉള്ളതൊന്നുമല്ല, വളരെ സിമ്പിൾ ആണ്, പെട്ടെന്ന് തീരുന്ന ചാപ്റ്റേഴ്സ് ആണ്. പാർട്ട് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചധികം ഉണ്ട്. പാർട്ട് 3 ഇമ്പോർട്ടന്റ് എന്ന് പറയാൻ കാരണം മോണ്ടിസോറി ടെക്നിക്കും മോണ്ടിസോറി മെത്തേഡും എല്ലാം വരുന്നത് പാർട്ട് 3ലാണ്. അപ്പൊ ഈവൻ ക്ലാസ്സിൽ കയറാത്തവര് ഉണ്ടെങ്കിൽ അവരോട് പറയുക, അറ്റ്ലീസ്റ്റ് റെക്കോർഡെങ്കിലും കാണണം. അല്ലെങ്കിൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക. റെക്കോർഡ് കാണാനും സമയമില്ല, ജോലിക്കൊക്കെ പോണവരുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ്. സോ പാർട്ട് 3 സ്കിപ്പ് ചെയ്യാതിരിക്കുക. അന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് പ്യുവർ മോണ്ടിസോറിയാണ്. പാർട്ട് 3 PDF ക്ലാസ് റൂമിൽ ഇട്ടിട്ടില്ലേ? എനിക്ക് അറിയില്ല കേട്ടോ, ഞാനൊന്ന് അന്വേഷിക്കാം. ഇന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇട്ടിട്ടുണ്ട് മാം. ഞാൻ 5th യൂണിറ്റ് ആണ് എടുത്തത്. 1, 2, 3, 4 മോസ്റ്റ് പ്രോബ്ലി ശരണ്യ മാം ആയിരിക്കും. സോ വേറെ ഒന്നുമില്ലല്ലോ. സൈൻ ഔട്ട് ചെയ്യാൻ ആരെങ്കിലും റെഡിയാണ്? ഫസ്റ്റ് ബാച്ചിലെ കുട്ടി സൈൻ ഔട്ട് ചെയ്തത് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? ശരിക്കും നമ്മുടെ ക്ലാസ് റൂമിൽ നിന്ന് ട്രെയിനീസ് സൈൻ ഔട്ട് ചെയ്യുന്നതാണ് കാണിക്കേണ്ടിയിരുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഇത് നിങ്ങൾ ഏതെങ്കിലും സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്യാലോ. കുട്ടികൾ ക്ലാസ്സിലേക്ക് വരുമ്പോൾ അവർ ഗ്രീറ്റ് ചെയ്യുന്ന രീതിയായിട്ടും കുട്ടികൾ ക്ലാസ്സിൽ നിന്ന് പോകുമ്പോൾ അവർക്ക് ബൈ കൊടുക്കുന്ന രീതിയായിട്ടും. അങ്ങനെ ഫസ്റ്റ് ബാച്ചിലൊരു കുട്ടി, ആൾക്ക് 2 മോളാണുള്ളത്, അവരെ വെച്ചിട്ട് ചെയ്തു. അത് നല്ല രസമുണ്ടായിരുന്നു. ഒരു ചാർട്ട് പേപ്പർ പോലെ അതിനകത്ത് ഓരോ ആക്ടിവിറ്റി, അതായത് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കൊടുക്കുന്നത്, ഹഗ് ചെയ്യുന്നത്, പിന്നെ വേവ് ചെയ്യുന്നത്, അങ്ങനെ ഇങ്ങനെ പിക്ചർ ഒട്ടിച്ചു. അപ്പൊ കുട്ടികൾക്ക് സെലക്ട് ചെയ്യാം ഏത് വേണമെന്ന് സെലക്ട് ചെയ്യാം. കുട്ടി അതിൽ ടച്ച് ചെയ്യുമ്പോൾ ടീച്ചർ കുട്ടിയോട് അത് ചെയ്യുന്നു. ആ രീതിയിൽ സൈൻ ഔട്ട് ചെയ്ത് കാണിച്ചു. അങ്ങനെയും കാണിക്കാം ക്ലാസ്സിൽ കേട്ടോ. അതൊരു പ്രാക്ടീസ് ആവുമല്ലോ. ഏതെങ്കിലും സ്കൂളിൽ പോകുമ്പോൾ നമ്മളുടെ കോമൺ ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്, ബൈ എന്നൊക്കെ പറയണതിലും ഭേദമല്ലേ. സോ ഇന്റെ PM. ഓക്കെ. ഓക്കെ മാം, താങ്ക് യു മാം. Okay, ma'am. Thank you. Okay, ma'am. Good night. Thank you. Thank you, ma'am. Good night, ma'am. Thank you, ma'am. Thank you, ma'am. Good night. Thank you, ma'am. Good night. Thank you. Bye. Thank you. Bye.